അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് ജീവിതത്തിൽ തന്ന നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളിലൂടെ ഇന്ന് പകൽ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ നിയോഗങ്ങളും നിറവുകളും ദൈവം നമ്മുടെ മേൽ പകർന്ന് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന പരിശുദ്ധ ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വീണ്ടും ദൈവസന്നിധിയോട് അടുത്ത് വരികയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ഞങ്ങളെ അത്ഭുതകരമായി പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഒരുക്കിയിരിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ എൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നല്ലോ. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവും കർത്താവുമായ യേശുവിനെ ആരാധിപ്പാൻ സഭയായി ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകൾക്കായി സ്തോത്രം. കർത്താവേ, ഹാർവസ്റ്റ് ടിവിയിലൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലും ജോലി മണ്ഡലങ്ങളിലും യാത്രകളിലും ഈ ശബ്ദവീതികൾ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അനേക ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽക്കുവാൻ, അവരുടെ രോഗങ്ങൾ സൗഖ്യമാകുവാൻ, ഏകാഗ്ര ഹൃദയത്തോട് ദൈവത്തെ ആരാധിച്ച് ജീവിതത്തിൽ വലിയ ചൈതന്യവും വിടുതലും പ്രത്യാശയും പ്രാപിക്കുവാൻ കർത്താവിടെയാക്കണം. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ തൃക്കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസന്മാരെ പുതിയ അഭിഷേകത്തോടെ കർത്താവ് നിർത്തണമേ. അവരോട് ചേർന്ന് കർത്താവിനെ പാടി ആരാധിപ്പാൻ ഞങ്ങൾ കൃപ തരണമേ. മറ്റെല്ലാ ശുശ്രൂഷകളെ തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അഭിഷക്തന്മാരെ ദൈവം ഉപയോഗിക്കണമേ. കടന്നു വന്ന ദൈവമക്കൾ, ഈ ആലയത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ ഒരുമിച്ച് ആരാധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. വചനമയച്ചവരെ വിടുവിക്കുമാറാകണമേ. കാദേശ് മരുവിനെ നടുക്കുന്ന, വനങ്ങളെ തോലിരിക്കുന്ന, മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന, ഹൃദയത്തിന് തണുപ്പും സമാധാനം നൽകുന്ന ആ ദൈവവചനം ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാക്കുവാനിടയാക്കണമേ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. സാമ്യമുറ്റുമായി ശുശ്രൂഷകളെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും കർത്താവിന് നന്ദി പറയുന്നു. കൂടി വന്ന എല്ലാ ദൈവമക്കളെയും ഓൺലൈനിലൂടെ ഹാർവസ്റ്റ് ടിവിയിലൂടെ ഞങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും കർത്താവിൻ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നാം കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കോറിനോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ സഭായോഗത്തിൽ നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെയും കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ ദൈവം നമ്മളെ സൂക്ഷിച്ചു. അതിനായി ഇന്നുപോലെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, ഓൺലൈനിലൂടെയും ഹാർവസ്റ്റ് ടിവിയിലൂടെയും ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് ഉയർത്താൻ പോവുക. എത്രയൊക്കെ സന്തോഷമുണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിൽ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്. ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന ദൈവം സകല നാമത്തിനും മേലായ നാമം ഉള്ള ദൈവമാണ്. ഹല്ലേലൂയ. ആ നാമത്തിന് തുല്യം ചൊല്ലാൻ വേറൊരു നാമമില്ല. അവൻ സ്തുതികൾക്ക് യോഗ്യനാണ്, ആരാധനകൾക്ക് യോഗ്യനാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാട് സകല മഹത്വത്തിനും യോഗ്യനാണ്. ആരാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്? കർത്താവായ യേശുവാണ്. സകല നാമത്തിനും മേലായ നാമത്തെ നമ്മൾ ഒന്നിച്ചെന്ന് ഉയർത്താൻ പോവുക. ഹല്ലേലൂയ. എല്ലാം നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. നാം എല്ലാവരും സ്തോത്രയാഗം അർപ്പിച്ച് കർത്താവിൻ്റെ നാമം നമുക്ക് ഒരുമിച്ച് ഉയർത്താം. ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്.
എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യനേശു യോഗ്യൻ നീ യേശുവേ. സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. പാടിയാടെ യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ. സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. കാരണം നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു. പാടിയാടെ നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ. ഉയർത്തെന്നോ ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ. യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ. സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീയോ. ആ കരങ്ങളൊന്ന് ഉയർത്തിയൊന്ന് പാടിയാടേ. യോഗ്യൻ നീ യേശുവേ. സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകൻ, സൗഖ്യദായകൻ എന്നേശു. അടിപ്പിണരാൽ സൗഖ്യം നൽകി. സൗഖ്യദായകൻ എന്നേശു. അടിപ്പിണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എൻ്റെ നാഥ. എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം, ആശ്രയം നീ എൻ്റെ നാഥ. എത്ര മാധുര്യം ജീവിതത്തിൽ. അയോഗ്യനായ കർത്താവിനെ ഉയർത്തിയാടേ. യോഗ്യൻ നീ യേശുവേ, യേശുവേ. സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ.
വിശ്വസിക്കുന്നു. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചൽ. പാടിയാടേ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചൽ. ഉന്നതൻ നീ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. പറഞ്ഞാട്ടെ. ഉന്നതൻ നീ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. കാരണം അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ. ഹല്ലേലൂയ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. നാമത്തെ ഉയർത്തിയാട്ടെ. ഉന്നതൻ നീ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ഒരു പ്രാവശ്യം കൂടി. അത്ഭുതവാൻ, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ഹല്ലേലൂയ. ഈ നല്ല കർത്താവിനെ അറിയുവാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൽ അത്ഭുതമായിരുന്നു, അതിശയമായെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവചനത്തിൽ പ്രകാരം പറയുന്നു, വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്, നദിയിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. തീയിൽ കൂടി നടന്നാലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയാലും കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഒരിക്കലും തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് എന്നെ ഓരോ ജീവിതത്തിലും നമ്മളെ മുന്നോട്ട് വഴി നടത്തുന്നത്. ആ ഉറപ്പാണ്, ആ പ്രത്യാശയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് നേരത്തിലും എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാലും നാം ഹല്ലേലൂയ ഉറപ്പുള്ളവരായിരിക്കണം. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവൻ ഒരു നാളും കൈവിടത്തില്ല. കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും നിനക്ക് ഭയപ്പെടുകയില്ലെന്ന് വചനത്തിൽ പറയുന്ന പോലെ എന്തു വന്നാലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഹൃദയ ഹല്ലേലൂയ മനസ്സിലൊന്ന് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് പാടാം. കൂടെയുണ്ട്, യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എൻ്റെ കൂടെയുണ്ട്, കൂരിരുൾ താഴ്വര കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. നമുക്കൊന്നിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്. സന്തോഷത്തോടെ കരങ്ങളേക്ക് ഒന്ന് ചേർത്തടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഓ ജീസസ്.
കൂടെയുണ്ട്, കൂട്ടിനവൻ എൻ്റെ കൂടെയുണ്ട്. പാടിയാട്ടെ. കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എൻ്റെ കൂടെയുണ്ട്, കൂരിരുൾ താഴ്വര കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. പാടിയാട്ടെ. കൂരിരുൾ താഴ്വര കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെ. ഒരു പ്രാവശ്യം കൂടെ. കൂടെയുണ്ട്, കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്, എന്നുര ചെയ്തവൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്, എന്നുര ചെയ്തവൻ കൂടെ. അതുകൊണ്ട് പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ അതുകൊണ്ട് വിശ്വാസത്തോടെ പാടിയാട്ടെ. കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എൻ്റെ കൂടെയുണ്ട്. കൂടെയുണ്ട്, കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എൻ്റെ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടെ ഞാൻ നടന്നിടിലും, വെള്ളമെൻ മീതെ കവിയുകില്ല. പാടിയാട്ടെ. വെള്ളത്തിൽ കൂടി ഞാൻ നടന്നിടിലും, വെള്ളമെൻ മീതെ കവിയുകില്ല. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എന്നാഥൻ എന്നോടു കൂടെയുണ്ട്. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എന്നാഥൻ എന്നോടു കൂടെയുണ്ട്. കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എൻ്റെ കൂടെയുണ്ട്. ഓ, കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എൻ്റെ കൂടെയുണ്ട്. യാക്കോബിൻ ദൈവമൻ കൂടെയുണ്ട്, രോഗക്കിടക്കയിലും എവിടെയും കൂടെയുണ്ട്. യാക്കോബിൻ ദൈവമൻ കൂടെയുണ്ട്, രോഗക്കിടക്കയിലും കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയുണ്ട്, എന്നാഥനൻ. പറഞ്ഞാട്. ഹല്ലേലൂയ. ലോകാന്ത്യത്തോളവും കൂടെയുണ്ട്, എന്നാഥൻ എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എൻ്റെ കൂടെയുണ്ട്. കൂടെയുണ്ട്, കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എൻ്റെ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വര എവിടെയും കൂടെയുണ്ട്. ഓ, ആയിട്ടൻ കൂടെയുണ്ട്, കൂരിരുൾ താഴ്വര കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടെ ഞാൻ നടന്നിടിലും, വെള്ളമെൻ മീതെ കവിയുകില്ല. വെള്ളത്തിൽ കൂടി ഞാൻ നടന്നിടിലും, വെള്ളമെൻ മീതെ കവിയുകില്ല. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എന്നാഥൻ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വെന്തുപോകില്ല ഞാൻ തീയിൽ. വിശ്വാസത്തോടെ പറഞ്ഞാടെ. എന്നാഥൻ എന്നോട് കൂടെയുണ്ട്, കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എൻ്റെ കൂടെയുണ്ട്. പർവ്വതത്തിൽ കൂടെ താഴ്വരയോ കൂടെ കൈവിടുകില്ല ഈശൻ നമ്മെ. പാടിയാട്ടെ. പർവ്വതത്തിൽ കൂടെ താഴ്വരയോ കൂടെ കൈവിടുകില്ല ഈശൻ നമ്മെ എന്നുമേ. ഓ, കയ്യിൽ വാങ്ങിച്ചീടും മാർവോടണച്ചീടും സ്വർഗ സന്തോഷം തരും നല്ല സഖിയാ. കയ്യിൽ വാങ്ങിച്ചീടും മാർവോടണച്ചീടും സ്വർഗ സന്തോഷം തരും നല്ല സഖിയാ. തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ. പാടിയാട്ടെ. തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ. കർത്തൻ വരവ
വിശുദ്ധിയിൽ ജീവിക്കാൻ കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കാരണം നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു. പാടിയാട്ടെ. നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും. ഭയപ്പെടാതെ പറഞ്ഞാട്ടെ. തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാം. തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. വിശ്വാസത്തിൽ നായകൻ പൂർത്തി വരുത്തുന്നു, കൂടെയുള്ളപ്പോൾ ഇനി എന്തു. പാടിയാട്ടെ. വിശ്വാസത്തിൽ നായകൻ പൂർത്തി വരുത്തുന്നു, കൂടെയുള്ളപ്പോൾ ഇനി എന്തു. അതുകൊണ്ട് ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. ഓ, ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാം. തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേ. വിശ്വാസത്തോടെ പാടിയാട്ടെ. നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശുവരൻ. തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാം. തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. ഹല്ലേലൂയ. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ. അതരങ്ങൾ തുറന്ന ചില നിമിഷം കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവ് നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് ആകുലങ്ങൾക്ക് സ്ഥാനമില്ല, ഭയത്തിന് സ്ഥാനമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നന്ദിയോടെ ഹല്ലേലൂയ, കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന് ഉറപ്പോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ. പർവ്വതത്തിൽ കൂടെ, താഴ്വരയോട് കൂടെ കർത്താവ് നിന്റെ ഏത് സാഹചര്യത്തിലും കൂടെയുണ്ട്. അവൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് പ്രതിസന്ധി വന്നാലും കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഉറപ്പോടെ ഇതുപോലെ കാലം കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. അതരങ്ങൾ തുറന്ന് ഇതുപോലെ കാലം യേശുവിന് ആരാധന കൊടുത്താട്ടെ. ഞാൻ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല, ഞാൻ മുടിഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്നെ വിളിച്ചവൻ വിശ്വസ്തനായ കർത്താവാണ്. അവൻ എന്നെ വഴി നടത്തുവാൻ ശക്തൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. യേശുവിന് ആരാധന, യേശുവിന് ആരാധന. ഞങ്ങളെ നയിക്കുവാൻ യോഗ്യനായ, വിശ്വാസത്തിന്റെ നായകനായ, പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കി ഞങ്ങൾ യാത്ര ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ സകല ഭയങ്ങളെയും മാറ്റി ഹല്ലേലൂയ വിശ്വാസത്തിൽ ഞങ്ങൾ ഉറപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ കർത്താവിനെ ഞാൻ സ്നേഹിക്കും? എൻ്റെ ജീവിതത്തിൽ എന്തു വന്നാലും, എന്തു പ്രശ്നം വന്നാലും, പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, പക്ഷേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതിൽ നിന്നും, അങ്ങയിൽ ആശ്രയിക്കുന്നതിൽ നിന്നും ഒരിക്കലും ഞാൻ മാറത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പഴയ ഗാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവ തന്നെ എൻ്റെ ആഗ്രഹം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നാലും കർത്താവിൻ പാദം ചേർന്ന് ചൊല്ലും ഞാൻ. എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്. ഒന്നിച്ചു പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്.
എൻ്റെ ആശ്രയം, കർത്തൃസേവ തന്നെ എൻ്റെ ആഗ്രഹം. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവ തന്നെ എൻ്റെ ആഗ്രഹം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു ചൊല്ലും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ, തള്ളുകില്ല ഏതു ദുഃഖ. വിശ്വാസത്തോടെ പാടിയാൽ ഹല്ലേലൂയ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ, തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തന്തിരു കൈകളാൽ താങ്ങി നടത്തിടും, തൻ സ്നേഹം ചൊല്ലുവാൻ ഓരോ വാക്കുകൾ. തന്തിരു കൈകളാൽ താങ്ങി നടത്തിടും, തൻ സ്നേഹം ചൊല്ലുവാൻ ഓരോ വാക്കുകൾ. അതുകൊണ്ട് ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ. ഉറപ്പോടെ സന്തോഷത്തോടെ ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. എൻ സ്വന്ത ബന്ധു മിത്രരേ വരും, എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ. എൻ സ്വന്ത ബന്ധു മിത്രരേ വരും, എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ. കൈവിടില്ലെന്നു താൻ വാഗ്ദത്തമുള്ളതാ, ആശ്രയിച്ചെന്നും ആശ്വസിപ്പാടിയടേ. കൈവിടില്ലെന്നു താൻ വാഗ്ദത്തമുള്ളതാ, ആശ്രയിച്ചെന്നും ആശ്വസിക്ക. അതുകൊണ്ട് ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ, തള്ളുകില്ല ഏതു ദുഃഖനാ. വിശ്വാസത്തോടെ പാടിയാടെ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ, തള്ളുകില്ല ഏതു ദുഃഖനാടി. തന്തിരു കൈകളാൽ താങ്ങി നടത്തിടും, തൻ സ്നേഹം ചൊല്ലുവാൻ ഓരോ വാക്കുകൾ. തന്തിരു കൈകളാൽ താങ്ങി നടത്തിടും, തൻ സ്നേഹം ചൊല്ലുവാൻ ഓരോ. അതുകൊണ്ട് ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ. ചേർന്ന് സന്തോഷത്തോടെ ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ പാടും ഞാൻ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെന്നു വീട്ടിലെത്തിയോളം ക്രൂശിൻ പാതയിൽ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെന്നു വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വന്ദിര പോലൊരു ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറിടും. വന്ദിര പോലൊരു ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറും. അതുകൊണ്ട് ആനന്ദത്തോടെ ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ.
രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. എൻ സ്വന്ത ബന്ധു മിത്രരേ വരുമോ, എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ. എൻ സ്വന്ത ബന്ധു മിത്രരേ വരുമോ, എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ. കൈവിടില്ലെന്നു താൻ വാഗ്ദത്തമുള്ളതാ, ആശ്രയിച്ചെന്നും ആശ്വസിക്കും ഞാനോ. കൈവിടില്ലെന്നു താൻ വാഗ്ദത്തമുള്ളതാ, ആശ്രയിച്ചെന്നും ആശ്വസിക്കും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തും യേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷോ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. വാഴ്ത്തുന്നേ എന്നെ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻകൃപകളോർത്തു നന്ദിയ വാഴ്ത്തുന്നേ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ആരാധനയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഇതുവരെയും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനും ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കർത്താവിനെ പാടി ആരാധിപ്പാനൊക്കെ കർത്താവ് നമുക്ക് അവസരം നൽകി. ഈ ആരാധനയുടെ സമാപന സമയത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. തുടർന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുക. ഈ വിശുദ്ധ ആരാധന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് ഹാർവെസ്റ്റ് ടിവിയിലൂടെ മറ്റ് മാധ്യമങ്ങളിലൂടെ ഈ വചന ശുശ്രൂഷ ആരാധന എത്തിപ്പാൻ ഇതിൻ്റെ പിന്നിലൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഗിൽബർട്ട് എന്ന് പറയുന്ന സഹോദരനെ ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അവർ മുഖാന്തരമാണ് ഈ ഹാർവെസ്റ്റ് ടിവിയിലൂടെ മറ്റു മീഡിയയിലൂടെയും ഈ വിശുദ്ധ ആരാധന ലോകമെമ്പാടുമുള്ള ദൈവമക്കളെ എത്തിപ്പാനും അനേകരുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനും ഇടയാകുന്നത്. അതുകൊണ്ട് ആ കുടുംബത്തെ ഓർത്ത് നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ കുടുംബം ഏൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിൽ വേഗത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ അവരൊരു വേഗത്തിലൊരു ദൈവപ്രവൃത്തി ആഗ്രഹിക്കുക. ഇന്ന് പകൽ സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗമോടുന്ന ദൈവത്തിൻ്റെ വചനം അയച്ച് ആമേ കാരാഗ്രഹത്തിനകത്തേക്ക് ദൂതനെ അയച്ചതുപോലെ ചില ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാൻ, ചില ദൈവപ്രവൃത്തികൾ ആ കുടുംബത്തിൽ വെളിപ്പെടുവാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നാം ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ ഞങ്ങളെ കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്കും ആ വിടുതലിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോകുക, ആ ദൈവകൃപ വ്യാപരിക്കാൻ പോകുക. ഈ കുടുംബത്തെ ഓർത്തും തുറന്നുള്ള കർത്താവിൻ്റെ ദാസൻ്റെ ദൈവജന ശുശ്രൂഷയെ ഓർത്തും നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജയൻ എബ്രഹാം മുന്നോട്ട് കടന്നു വന്ന് ഈ വിഷയത്തെ ദൈവകരങ്ങൾ വഹിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് ഒന്നിച്ച് ദൈവദാസനോട് ചേർന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിൽ കൂടെ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, മനോഹരമായ ദിവസത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന സമയം മുതൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് രുചിച്ചറിയുവാനായിട്ട് അവിടുന്ന് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനും അങ്ങേ ആരാധിപ്പാനും ഒക്കെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ പ്രോഗ്രാം കർത്താവെ ലോകമെമ്പാടും കർത്താവെ ഹാർവെസ്റ്റ് ടി വിയിൽ കൂടെയും മറ്റു മാധ്യമങ്ങളിൽ കൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കോണം ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചതായിട്ടുള്ള കർത്താവെ അങ്ങയുടെ വിലയേറിയ മകൻ ഗിൽബർട്ടിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ സഹോദരനോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കർത്താവെ പ്രിയ കുടുംബത്തെ കണ്ടതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും കർത്താവെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിൽ കർത്താവെ അങ്ങയുടെ വചനം ഹല്ലേലൂയ ചെന്നെത്തുവാൻ തക്കോണം ഇന്ന് ഈ കുടുംബം കർത്താവെ കൈത്താങ്ങ് നൽകിയപ്പോൾ ഈ കുടുംബത്തെ അവിടുന്ന് ഓർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരെ ഞങ്ങളെ ഏൽപ്പിച്ചായിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവെ അവിടുന്ന് മറുപടി അയക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി കർത്താവെ ഈ കുടുംബത്തിൽ ആണ്ടുകൾ കഴിയും മുമ്പേ വെളിപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, സഭ ശ്രദ്ധയോടെ
ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, പത്രോസിനെ തടവിലാക്കിയിരുന്നുവെങ്കിൽ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ദൂതനെ അയച്ച് കർത്താവ് വിടുവിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബം ഞങ്ങളോട് ചേർന്ന് ഇന്ന് ഈ ആരാധനയിലായിരിക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ അവരുടെ വിഷയങ്ങളുടെ മേൽ അവിടുന്ന് പ്രവർത്തിച്ചേ മതിയാവുള്ളൂ കർത്താവെ. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ അഭിഷക്തൻ പാസ്റ്റർ ആനി ജോർജ് അവറുകൾ അങ്ങയുടെ വചനവുമായിട്ട് ഇന്ന് നിൽക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഇന്നിവിടെ വിളമ്പുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ശുശ്രൂഷിച്ചതുമാതിരി അല്ല കർത്താവെ, ഹല്ലേലൂയ, ഏറ്റവും ശക്തമായിട്ട് അവിടുന്ന് എടുത്തുപയോഗിക്കാൻ പോകുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന ജനങ്ങൾക്ക് അത് അനുഗ്രഹമായി, വിടുതലായി, ആശ്വാസമായി, ജീവനായി, ചൈതന്യമായി, ആരോഗ്യമായി, സൗഖ്യമായി തീരുവാൻ തക്കോണം എൻ്റെ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവ് ഹല്ലേലൂയ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ആരാധനയുടെ അവസാന നിമിഷത്തിലേക്ക് നാം എത്തിയിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷ എല്ലാ വിധത്തിലും നമുക്ക് അനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ ദാസനിലൂടെ കേൾക്കുന്ന വചനം ഓരോ വ്യക്തികളിൽ ലോകമെമ്പാടും ഈ കേൾക്കുന്ന എല്ലാവരുടെ മേലേക്ക് ഒരു ദൈവപ്രവൃത്തിയായത് മാറുവാൻ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ പാസ്റ്റർ ആനി ജോർജ് അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ ദൈവസ്ഥലിൽ ആയിരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്കൊന്നിച്ചിങ്ങനെ ആരാധനയിൽ കൂടി വരാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു. അല്പസമയം കൂടെ ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കാൻ കർത്താവ് നമുക്ക് തരുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഏതു സമയം ഒരു ദൈവവൈദ്യന് കരുത്തും ശക്തിയും ബലവും തരുന്നത് കർത്താവിൻ്റെ വചനമാണ്. ആ വചനം കേൾക്കുമ്പോൾ നമ്മളിൽ ദൈവത്തിന് സ്തോത്രം ആത്മീക വിടുതലുകൾ സംഭവിക്കും. നമുക്ക് അല്പനേരത്തെ ധ്യാനത്തിനായി വിശുദ്ധ ബൈബിൾ തുറക്കാം. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് ഇന്ന് ധ്യാനത്തിനായിട്ട് വായിക്കുന്നത്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് വചനം നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം. മാർക്ക് ചാപ്റ്റർ 4:39. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിച്ച് കേൾക്കാം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. അതെ, വളരെ പരിചിതമായ ഒരു വേദവാക്യത്തിലേക്കാണ് നിങ്ങളുടെ ചിന്തകളെയും മനസ്സുകളെയും ഞാൻ കൊണ്ടുവരുന്നത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പം യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ നടന്ന ഒരു കാര്യമാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. 4-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ സ്തോത്രം 1-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പം കർത്താവ് കടൽക്കരയിൽ വള്ളത്തിലിരുന്നു കൊണ്ട് ഉപദേശിക്കുകയാണ്. സ്തോത്രം. യേശുക്രിസ്തു വള്ളത്തിലിരിക്കുന്നു, ജനമെല്ലാം കടൽക്കരയിൽ നിന്നുകൊണ്ട് പ്രസംഗം കേൾക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം ആദ്യം തുടങ്ങിയത് ഉപമകൾ, വിത്തിൻ്റെ ഉപമ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ആ ഉപമ പറഞ്ഞ് ഏകദേശം ആ ഉപമകളുടെ പൊരുളടക്കം 20-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴാണ് സ്തോത്രം ആ ഉപമ കർത്താവ് പറഞ്ഞു തീർക്കുന്നത്. 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, വിളക്ക് കത്തിച്ചൊരിക്കലും പറയ കീഴെ വെക്കാൻ പാടില്ല, അത് തണ്ടിന്മേൽ വെക്കണം. സ്തോത്രം. അത് കഴിഞ്ഞ് കർത്താവ് 26-ാമത്തെ വാക്യത്തിൽ സ്തോത്രം കർത്താവ് വേറൊരു വ്യത്യസ്തമായ മണ്ണിൽ വിതയ്ക്കപ്പെട്ട വേറൊരു വിത്തിനെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നു. പിന്നെ കർത്താവ് 30-ാമത്തെ വാക്യത്തിൽ വരുമ്പം ദൈവത്തിന് സ്തോത്രം സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യമെന്ന് പഠിപ്പിക്കും. ഇതെല്ലാം പഠിപ്പിച്ച് ഇതെല്ലാം ജനം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കർത്താവ് പെട്ടെന്ന് സ്തോത്രം ആ പ്രസംഗമൊക്കെ നിർത്തിവെച്ച് 35-ാമത്തെ വാക്യത്തിൽ വരുമ്പം ശിഷ്യന്മാരോടൊരു കാര്യം പറയുക. 35-ാമത്തെ വാക്യം നമുക്ക് കേൾക്കാം. 35. സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്നവൻ അവരോട് പറഞ്ഞു. ആ കർത്താവ് പറയുകയാണ്, നമുക്ക് അക്കരയ്ക്ക് പോകാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. ശിഷ്യന്മാർ പറഞ്ഞിട്ട് പോകുവല്ല, കർത്താവ് ഒരു നിയോഗപ്രകാരം അക്കരയ്ക്ക് പോവുക.
അക്കരയ്ക്ക് പോകുക എന്ന് പറയുമ്പം 4-ാം അധ്യായം അറിയാവുന്നവർക്ക് 5-ാം അധ്യായം അറിയാം. അക്കരയ്ക്ക് പോയത് എന്തിനാ? ഗദരദേശത്ത് 6000 ഭൂതങ്ങൾ ഒരു മനുഷ്യനെ ഞെക്കിപ്പിഴിയുക. അവൻ്റെ നിലവിളി കടലിന് ഇക്കരെ കേൾക്കാം. ആ നിലവിളി കാതുകളിൽ കേട്ട് എൻ്റെ യേശു അക്കരയ്ക്ക് പോകുക. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ സന്ദേശം തുടങ്ങാം. 4-5 അധ്യായത്തിൽ നിലവിളികളുടെ ഘോഷയാത്രയാണ് കേൾക്കാൻ പോകുന്നത്. സ്തോത്രം. 1 ഗദരദേശത്തെ മനുഷ്യൻ നിലവിളിക്കുന്നു, 2 ശിഷ്യന്മാർ നിലവിളിക്കുന്നു, 3 ദൈവത്തിന് സ്തോത്രം പന്നിയുടെ മുതലാളിമാർ നിലവിളിക്കുന്നു. മൊത്തം നിലവിളിയാണ്. പക്ഷേ എല്ലാ നിലവിളിക്കും മറുപടി തരുവാൻ യേശു മാത്രം ശക്തൻ. ഞാൻ ഈ വാക്യത്തിൻ്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് നിങ്ങളുടെ ചിന്തകളെയും മനസ്സുകളെയും അങ്ങോട്ട് കൊണ്ടുപോകട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുക. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്തേ. അപ്പോൾ കർത്താവ് പറയുകയാണ്, അക്കരയ്ക്ക് പോകുക. വേദപുസ്തകത്തിൽ ദൈവത്തിന് സ്തോത്രം കർത്താവ് ഒരു പ്രാവശ്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. കർത്താവ് മറ്റൊരിക്കൽ പറഞ്ഞു, നമ്മൾ അക്കരയ്ക്ക് പോകാം എന്ന് കർത്താവ് ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അപ്പം ചില കാര്യങ്ങൾക്ക് ദൈവം നിർബന്ധിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഇച്ചിരി വ്യത്യസ്തമായൊരു വാക്കാണ്. കർത്താവ് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്യം എന്ന് വെച്ചാൽ അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. ഇവരുടെ യാത്രയ്ക്ക് നടുവില് അപ്രതീക്ഷിതമായിട്ടൊരു ചുഴലിക്കാറ്റ് പ്രത്യക്ഷപ്പെട്ടു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്തോത്രം, നീട്ടിയടിക്കുന്ന കാറ്റല്ല, ഒരുവനെ ഇങ്ങനെയിട്ട് വട്ടം കറക്കുന്ന കാറ്റാണ്. സ്തോത്രം. ഈ കാറ്റ് അവരെ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. മുന്നോട്ട് നിങ്ങൾക്കറിയാമോ, യേശുവിൻ്റെ ശിഷ്യന്മാർക്കെല്ലാം വള്ളവും കടലും വെള്ളവും ദൈവത്തിന് സ്തോത്രം നയമ്പും ഒക്കെ അറിയാവുന്നവരാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ വയ്യാത്തൊരു കറക്കം അവരെ ഇങ്ങനെ കറക്കാൻ തുടങ്ങി. ഞാൻ സന്ദേശം തുടങ്ങുകയാണ്. കർത്താവ് പറഞ്ഞിട്ട് സ്റ്റെപ്പ് എടുത്താൽ, കർത്താവ് നിർബന്ധിച്ച് സ്റ്റെപ്പ് എടുത്താൽ ആർക്കുമില്ലാത്ത കറക്കം നമുക്ക് വരുമോ? ചിലരുടെ മനസ്സിലെ ചോദ്യം, ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റെപ്പ് എടുത്തേ, ദൈവം പറഞ്ഞിട്ടാണ് കുഞ്ഞിനെ പഠിക്കാൻ വിട്ടേ, ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ, എന്താ കർത്താവ് ഈ കറക്കം? പറയാം. ദൈവത്തിന് സ്തോത്രം. ഈ കറക്കത്തിൻ്റെ നടുവിൽ നിൻ്റെ മനസ്സ് എന്താകണമെന്നറിയാമോ? ഉറങ്ങുന്ന നസ്രയനെ ഉണർത്തുന്ന മനസ്സാകണം. ബുദ്ധിമണ്ഡലം പരാജയപ്പെടുമ്പോൾ, അറിവിൻ്റെ മണ്ഡലം പരാജയപ്പെടുമ്പോൾ, കഴിവിൻ്റെ മണ്ഡലം പരാജയപ്പെടുമ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ട ഒരു ഭാഗമാണ് കർത്താവിനെ മുട്ടി വിളിക്കണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, വർഷങ്ങൾ കൊണ്ട് കറങ്ങുന്ന ചില കറക്കത്തെ ഇന്ന് ശാസിക്കാനാണ് കർത്താവ് ഇവിടെ വന്നേക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും വിടുതലില്ലെന്ന് നീ പറഞ്ഞ വിഷയത്തിനകത്ത് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഒരിക്കലും നിൽക്കത്തില്ലെന്ന് പറഞ്ഞ കറക്കങ്ങളെ ദൈവത്തിന് നിർത്താനുണ്ട്. ഏതു വിഷയത്തിൽ എവിടെ കിടന്ന് കറങ്ങിയോ, ഏതു വിഷയത്തിൽ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞോ, ആ വിഷയത്തിനകത്ത് തന്നെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ശബ്ദിക്കാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ ഒരു മനുഷ്യനെ 6000 ഭൂതങ്ങൾ ഞെക്കിപ്പിഴിയുകയാണ്. അവൻ അവിടെ കിടന്ന് അലറുകയാണ്. മർക്കോസി വായിക്കുന്നുണ്ട്, 5-ാമത്തേത് വായിക്കാൻ സമയം എടുക്കുന്നില്ല. അവന് കിടന്ന് അലറി നിലവിളിക്കുക. പക്ഷേ നിങ്ങൾക്കറിയാമോ, കടൽക്കരയിൽ നിലവിളിച്ചാൽ, പർവ്വതങ്ങളുള്ളിടത്ത് നിലവിളിച്ചാൽ നിലവിളിയുടെ എക്കോ അടുത്ത മലയിൽ ചെന്നടിക്കും. എൻ്റെ ചിന്ത പറയുക, ഇപ്പുറത്ത് പടകിലിരുന്ന നസ്രയൻ ഒരു നിലവിളി കേട്ടു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞ് നമുക്ക് ഉടനെ അക്കരയ്ക്ക് പോകണം. എന്താ കാര്യം? മർക്കോസ് 5 നിങ്ങൾ പിന്നെ വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ അവിടെ ചെന്നല്ല ശാസിക്കത്, ഇക്കരെ നിന്ന് കർത്താവ് ശാസിച്ചിരുന്നു. കണ്ടോ, കടലിനകത്ത് ഒരൊറ്റ ശാസന ശാസിച്ചപ്പോൾ അത് അക്കരെ വ്യാപരിച്ച ഭൂതത്തിന് വരെയുള്ള ശാസനയായിരുന്നു. ഞാൻ ഇച്ചിരിയുടെ ഗൗനമായിട്ട് ദൂതിലോട്ട് വരട്ടെ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പ് തരികയാണ്, ചിലതൊക്കെ ശാസിക്കപ്പെടാൻ സമയമായി. എത്ര പേരതിന് ആമീൻ പറയും? ഇന്ന് നിൻ്റെ സകല കറക്കവും തീരും, ദൈവം ഒന്ന് എഴുന്നേറ്റാൽ മതി. ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, നിൻ്റെ കാര്യത്തിൽ ദൈവം എഴുന്നേൽക്കാൻ സമയമായി. നിൻ്റെ തലമുറയുടെ കാര്യത്തിൽ ദൈവം എഴുന്നേൽക്കാൻ സമയമായി. ഞാൻ വചന വെളിപ്പാടിലോട്ട് വരിക. ഇന്ന് ഇവിടെ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നിൻ്റെ കാര്യത്തിൽ ദൈവം ചലിക്കണം. സ്തോത്രം. വല്ലാത്തൊരു ചുഴലിക്കാറ്റ് ആഞ്ഞു വീശി. ചിലരൊക്കെ പറയത്തില്ലേ, പാസ്റ്ററെ വല്ലാത്ത പ്രശ്നമാണ്, എന്തൊക്കെ ശ്രമിച്ചിട്ടും അത് നിൽക്കുന്നില്ല. നീ നോക്കിയാൽ നിൽക്കത്തില്ല, പക്ഷെ നിനക്കൊരു കടമയുണ്ട്, ഉറങ്ങുന്നവനെ മുട്ടി വിളിക്കണം. ഒരാമയും വരുന്നില്ല. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി വെച്ച് പറ, ചില കറക്കങ്ങളൊക്കെ നിൽക്കാൻ പോവാന്ന് പറ.
ദൈവം ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞ കറക്കത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കണം. സ്തോത്രം. എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് കറങ്ങും. എപ്പോഴും സാമ്പത്തിക നില ഒരേപോലെ തന്നെ നിൽക്കും. മുമ്പോട്ടും പോകത്തില്ല, പുറകോട്ടും പോകത്തില്ല. ജോലി ഉണ്ടോ? ഉണ്ട്. ജോലി ഇല്ലയോ? ഇല്ല. സമ്പത്തുണ്ടോ? ഉണ്ട്. ഇല്ലയോ? ഇല്ല. ആ ഒരു വല്ലാത്ത അവസ്ഥ. പാസ്റ്റർ, എത്ര നാളായി അവസ്ഥ ഞാൻ തുടർന്നിട്ട് ദൈവം അത് കണ്ടിട്ട് പറയുക, ഇന്നും നിനക്ക് വേണ്ടി ഞാൻ എഴുന്നേക്കും. ഞാൻ ദൂതിൽ തുടങ്ങുക. ദൈവത്തിന് സ്തോത്രം. വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച ചില വിഷയത്തിന് മേൽ പരിഹാരകനായി യേശു എഴുന്നേക്കാൻ പോവുക. നിന്റെ കാര്യത്തിൽ ദൈവം എഴുന്നേൽക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, എൻ്റെ കാര്യത്തിൽ എഴുന്നേൽക്കണമെന്ന് എത്ര പേർ മനസ്സ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും? നോക്കിക്കേ, കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവർ ചെന്ന് കർത്താവിനെ തട്ടി വിളിച്ചു. സ്തോത്രം. ഞാൻ മെസ്സേജ് തുടങ്ങുക. സ്തോത്രം. ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം പറയണം. ഒരുവനെ ഉണർത്താൻ തയ്യാറാകണം. സ്തോത്രം. ഇന്ന് പകൽ നീ മുട്ടിക്കൊണ്ടിരിക്കുന്ന വാതിൽ ഉടനെ തുറക്കും. ബൈബിളിലൊരു വാക്യമാണ്, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഇനിയും ദൈവം നിൻ്റെ കാര്യത്തിൽ അടങ്ങിയിരിക്കത്തില്ല. നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അടങ്ങിയിരിക്കത്തില്ല. നിൻ്റെ തലമുറയുടെ കാര്യത്തിൽ അടങ്ങിയിരിക്കത്തില്ല. ആ കാര്യത്തിൽ ദൈവം എഴുന്നേറ്റും. നിൻ്റെ ആവശ്യം എന്താണ് അത് വേണ്ടുവോളം തരാൻ. സ്തോത്രം. സ്തോത്രം. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യുക. അർദ്ധരാത്രിയിലെ 3 സ്നേഹിതന്മാരുടെ ഉപമ ബൈബിളിനകത്തുണ്ട്. ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ അർദ്ധരാത്രി മറ്റൊരു സ്നേഹിതൻ ഗസ്റ്റായിട്ട് വന്നു. സ്തോത്രം. വീട്ടിൽ പാർക്കുന്ന സ്നേഹിതൻ്റെ വീട്ടിൽ അന്ന് രാത്രി ഡിന്നറില്ല. പിള്ളേരെ വെറും വയറോടെ പ്രാർത്ഥിച്ച് കടത്തി ഉറക്കി. രാത്രി 12 മണിക്ക് വാതിലൊരു മുട്ട്. തൻ്റെ സ്നേഹിതൻ വന്നിരിക്കുക. കണ്ടപ്പോൾ പറഞ്ഞു, ഹാവ് വിശക്കുന്നടാ. ദൈവത്തിന് സ്തോത്രം. ഒരു ടർക്കി എടുത്ത് കുളിക്കാൻ വാഷ്റൂം കാണിച്ചു കൊടുത്തിട്ട് സ്തോത്രം സ്നേഹിതൻ ഒരു പാത്രം എടുത്ത് അയൽവക്കത്തെ വീട്ടിൽ ഓടി. അതെവിടാ? തൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ. ആരാണ് ഓടിയ സ്നേഹിതൻ? ആരാണ് വന്ന സ്നേഹിതൻ? ഏത് സ്നേഹിതൻ്റെ വീട്ടിലാ പോയേ? നിർത്തി വിവരിക്കാൻ സമയമെടുക്കുന്നില്ല. അവിടെ ചെന്നിട്ട് ആ സ്നേഹിതൻ വാതിക്കൽ ഇങ്ങനെ മുട്ടാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. മുട്ടാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം ചോദിച്ച് ആരാന്ന് ചോദിച്ചു. വന്നാൾ പേരൊക്കെ പറഞ്ഞു. അവൻ പറയുകയാണ്. സ്തോത്രം. പിള്ളേർ വാതിലടച്ചിരിക്കുന്നു, പൈതങ്ങൾ കൂടെ കിടക്കുന്നു, എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എനിക്ക് എഴുന്നേറ്റ് തരാൻ കഴിയുകയില്ല. പക്ഷെ വന്നവൻ സ്നേഹിതനാണ്. നിനക്കൊരു തലവേദന ഉണ്ടായപ്പോൾ നീ കർത്താവിൻ്റെ അടുക്കൽ വന്നാണോ? അതാ കർത്താവുമായിട്ട് ആഴമേറിയൊരു സ്നേഹബന്ധം ഉണ്ടോ? സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, എപ്പോഴും പോകുന്ന വഴിയാണെന്ന് നമുക്കൊത്തിരി പരിചയം കാണത്തില്ലേ? പറ. നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചണിൽ പോയി ഇച്ചിരി വെള്ളം എടുത്ത് കുടിച്ചിട്ട് വരാം. ലൈറ്റ് ഇട്ടില്ലേലും വരാമോ? പറ്റുമോ? പക്ഷേ എന്നാൽ നമ്മളൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് പോയാൽ പറ്റുമോ? ഇല്ല. ലൈറ്റ് വിടണം, പിന്നെ ഒരു ടോർച്ചും തരണം. എന്തിനാ? കിച്ചണിൽ മുട്ടാതെ എന്ന് ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കാൻ. എന്നാൽ സ്ഥിരമായിട്ട് പോകുന്ന റൂമാണെങ്കിൽ കണ്ണടച്ച് വേണേലും പോകാം. ഉണ്ട്. ചിലർ കാണത്തില്ല, രാത്രി എഴുന്നേറ്റ് സ്തോത്രം ഇച്ചിരി വെള്ളം കുടിക്കാനൊക്കെ കണ്ണും അടച്ചാൽ മുന്നേ തുറന്നാൽ ഉറക്കം പോകുന്നതുകൊണ്ടാണ്. കൃത്യമായി പോയി കൃത്യമായി ഗ്ലാസ് എടുത്ത് കൃത്യമായി വെള്ളം കുടിച്ച് കൃത്യമായി വന്ന് കട്ടിലേക്ക് കിടക്കും. സ്തോത്രം. ഞാൻ കുറേ നാൾ മുമ്പ് എൻ്റെ അടുക്കൽ സ്തോത്രം മോനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, എന്തുവാ മോൻ്റെ പ്രശ്നം? അവന് പ്രശ്നമൊന്നുമില്ല. ചില രാത്രി അവൻ തന്നെ എഴുന്നേറ്റ് കതക് തുറന്ന് എഴുന്നേറ്റ് റോഡിൽ കൂടെ അങ്ങ് പോകും. സ്തോത്രം. രാവിലെ പത്രം ഇടാൻ പോകുന്ന പിള്ളേർ വന്ന് ഹോളിംഗ് ബെൽ അടിച്ചു ചോദിച്ചു, മോൻ കവലയെ കൂടെ നടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഉറങ്ങിപ്പോവുക. അതൊരു അസുഖമാണ്. സ്തോത്രം. അവനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. സ്തോത്രം. കൃപയാൽ പ്രാർത്ഥിച്ചു. പിന്നെ അവൻ്റെ രാത്രിയുള്ള എഴുന്നേറ്റ് പോക്ക് നിർത്തി. ഇന്ന് വല്ലവർക്കൊക്കെ ഉണ്ട്, യോഗം കഴിഞ്ഞ് വന്നാൽ മതി, പ്രാർത്ഥിച്ചാൽ നിൽക്കൂ. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ചിലർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ പരിചയമുള്ള മുറിക്കകത്തൂടെ നമുക്ക് ഉറക്കത്തിലും എഴുന്നേറ്റ് നടന്നു പോയി വെള്ളം എടുത്ത് കുടിക്കാം. സ്വത്രം. വലിയ വിശപ്പുണ്ട്, ഒരു പഴം പോയി എടുത്ത് കഴിക്കാം. അതിൻ്റെ കാരണം എന്താ? ഡൈനിങ് ടേബിളിൽ കൊട്ട വെച്ച് അടച്ചു വെച്ച പഴത്തിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയട്ടെ. സ്തോത്രം. അങ്ങനെയാന്ന് അർദ്ധരാത്രി പോയ സ്നേഹിതൻ പോയി വാതിക്ക മുട്ടുക. സ്തോത്രം. ഒത്തിരി തടസ്സങ്ങൾ പറഞ്ഞിട്ട് മുട്ടുന്നവൻ മുട്ട് നിർത്തിയില്ല. എന്നാ മുട്ട് നിർത്താൻ ഒറ്റ കാര്യമുള്ളൂ, ചോദിച്ചതില്ലെന്ന് പറഞ്ഞില്ല. ബൈബിളിൽ കർത്താവ് പറയുക, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കിയും തരാം. ഞാൻ പ്രവചിച്ച് പറയാം, നീ ആഗ്രഹിച്ചത് അവൻ്റെ കയ്യിലുണ്ട്, നീ ചോദിച്ചത് അവൻ്റെ ഭണ്ഡാരത്തിലുണ്ട്, നീ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ കയ്യിലുണ്ട്. ഈ ലോകത്തിലുള്ള മുഴുവൻ മക്കളും ചോദിച്ചാലും അവൻ്റെ കയ്യിലുണ്ട്. മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, നീ പ്രാർത്ഥിക്കുന്ന വിഷയം അവൻ്റെ കയ്യിലുണ്ടെന്ന് പറ.
ദൂതിലോട്ട് വരട്ടെ. നീ പ്രാർത്ഥിക്കുന്ന കാര്യം അവൻ്റെ കയ്യിലുണ്ട്. നോക്കിക്കേ, 40 ലക്ഷം ദൈവം മക്കൾ ചോദിച്ചാൽ അവർക്ക് കൊടുക്കാനുള്ള മന്ന ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. 40 ലക്ഷം പേര് കൊതിച്ചാൽ അവർക്ക് കൊടുക്കാൻ കാട ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. എന്തിനധികം പറയുന്നു ബൈബിൾ ഭാഷ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം ടൈം വെത്തിയാതെ എത്തിച്ചു കൊടുക്കാൻ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നീ മുട്ടുന്ന വാതിൽ നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നിനക്ക് ചെയ്യാൻ കഴിവുള്ള വാതിലാണ്. എത്ര പേര് അതിന് ആമീൻ പറയും? അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറ, നീ മുട്ടിയാലത് തുറക്കുമെന്ന് പറ. നീ ചോദിക്കുന്നത് ഒരു രോഗശാന്തിയാണോ? അത് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നീ മുട്ടി വിളിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നീ അപേക്ഷിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നീ നിലവിളിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അത് വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? അപ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ദൂതിൻ്റെ പ്രധാന ഭാഗത്തോട്ട് വരാം. പരിശുദ്ധാത്മാവ് ഇന്ന് വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. സൗണ്ട് കുറയ്ക്കണമെന്ന് പറയുന്ന പാസ്റ്റർ നിങ്ങൾ ആദ്യമായിട്ട് കാണുമായിരിക്കും, ഇല്ലയോ? സ്തോത്രം. എനിക്ക് എൻ്റെ സൗണ്ടുണ്ട്, പിന്നെ കുറച്ചുകൂടെ പുള്ളി തന്നാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ആ ദൂതിലോട്ട് വരാൻ പോവുക. അപ്പോൾ വല്ലാത്ത കറക്കം അവർക്ക് നേരിട്ടു. വലിയ കറക്കമൊക്കെ വരുമ്പോൾ ഓർത്തോണം, നിൻ്റെ അടുക്കൽ നസ്രായനുണ്ട്. ഒന്ന് തൊട്ടുണർത്തിയാൽ എനിക്ക് ദൈവം തരുന്നൊരു ശബ്ദം, ഞാൻ എഴുന്നേക്കാൻ പോവുക. നിൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവം എഴുന്നേക്കും. നീ കണ്ണുനീരൊരുക്കിയ വിഷയത്തിൽ ദൈവം എഴുന്നേക്കും. നീ ആരോടും പറയാതെ ഇന്നലെ രാത്രി നിലവിളിച്ച വിഷയത്തിൽ ദൈവം എഴുന്നേക്കുന്നു. നോക്കിക്കേ, അവർ എന്ന് യേശുവിനെ ഇങ്ങനെ തട്ടി വിളിക്കുക, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അല്ലേ? അവിടെ നമുക്കതിൻ്റെ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 5-ാം ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ വായിക്കുന്നൊരു ഭാഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വലിയ ചുഴലിക്കാറ്റടിച്ചു. വലിയ ചുഴലിക്കാറ്റുണ്ടായി. ഈ കാറ്റ് എവിടുന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. കറക്കം മാത്രമേ അറിയത്തില്ല. കാറ്റിൻ്റെ പ്രത്യേകത എവിടുന്നാന്ന് വരുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാറ്റ് പറയും, ഇന്നലെ തൃശ്ശൂരായിരുന്നു, വൈകിട്ട് തിരുവല്ലയില്ല, പറയത്തില്ല. ഇത് എവിടുന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല, എതിലേം വരാം. സ്തോത്രം. യോബിൻ്റെ പുസ്തകത്തിലുണ്ട്, പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കാറ്റ് വന്നു. യോബിൻ്റെ മക്കളിരുന്ന വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. ആ വീട് പമ്പരം പോലെ കറങ്ങി. യോബിൻ്റെ മക്കളുടെ മേൽ കറങ്ങി വീണു. അവർ ആ നിമിഷം തീർന്നു ഭൂമിയിൽ നിന്ന്. കേട്ടോ, വല്ലാത്തൊരു കാറ്റ് അദിരിയാക്കടലിൽ 14 ദിവസം നിൽക്കാതെ അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക. സ്തോത്രം. ചിലതിനെയൊക്കെ തടയിടാൻ ദൈവത്തിന് കഴിയും. ചിലതിനെയൊക്കെ ദൈവം ഇന്ന് വിലക്കാൻ പോവുക. ചിലതിനൊക്കെ ദൈവം അതിരി കൽപ്പിക്കാൻ പോവുക. സ്തോത്രം. ഒറ്റ കാര്യം മാത്രം, നീ ആര് നോക്കിയാലും നടക്കാത്ത കാര്യം ഇന്ന് ദൈവം നോക്കിയാൽ നടക്കും. കണ്ടോ, ഇങ്ങനെ കണ്ടത് കറങ്ങുക. ചിലരെ നാൾ കണ്ടിട്ടില്ലയോ, എത്രയോ വർഷമായിട്ട് ഇങ്ങനെ കറക്കുക. എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടുന്നില്ല. ദൈവാത്മാവ് പറയുക, നീ തീരാൻ പോകുമല്ല, നീ മുന്നോട്ട് പോകാൻ പോവുക. നീ ചിലതിൻ്റെ മറുകര കാണാൻ പോവുക. ചിലതിൻ്റെ മറുകര നീ എത്താൻ പോവുക. അവിടെ ഇതുവരെ ചെയ്യാത്ത ചിലത് നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ യേശുവിന് പ്ലാനുണ്ട് എന്ന് പറയട്ടെ. സ്തോത്രം. കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പടകൻ്റെ അമരത്ത് തലയിണ വെച്ച് ഇങ്ങനെ ഉറങ്ങുക കർത്താവ്. ഇനി വാക്യത്തിലോട്ട് വരിക. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർ എന്ന് കർത്താവിനെ എന്ത് ചെയ്യുകയാണ്? അവരെ എന്ത് ചെയ്തു? അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുമായിരുന്നു. അവർ അവനെ ഉണർത്തി. അവർ അവനെ ഉണർത്തി. അപ്പം നമ്മുടെ കടമയാണ് കർത്താവിനെ എന്ത് ചെയ്യണം? നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കണം. സ്തോത്രം. ഞാൻ കുറേ നാളുകൊണ്ട് ദൈവത്തോട് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി കാര്യത്തിന് ദൈവം പരിഹാരം തന്നു. നിങ്ങൾക്കും പരിഹാരം തരും. ആ വാതിക്കെന്ന് മുട്ടൽ നിർത്തരുത്. സ്തോത്രം. യോബിൻ്റെ സ്നേഹിതൻ യോബ് വലിയ കഷ്ടതയിൽ ചെന്ന് കയറിയപ്പോഴേ, സ്തോത്രം, ശൂഹ്യനായ ബിൽദാദ് എന്ന് പറയുന്ന ഒരാൾ യോബിൻ്റെ അടുക്കലെത്തി. എന്നിട്ട് യോബിനോട് പറയുകയാണ്, ഒട്ട് കഷ്ടം എടുത്ത് പുഴുവിനെ ചൊറിഞ്ഞിളക്കി നഷ്ടങ്ങളുടെ കഥ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യോബിനോട്, സ്തോത്രം, ഒരു കാര്യം ഇവിടെ പറയുകയാണ്. ആ പറയുന്ന കാര്യം നമുക്കൊന്ന് വായിക്കണം. യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം 5-ാമത്തെയും ഹല്ലേലൂയ 6-ാമത്തെയും 7-ാമത്തെയും വാക്യം ദൈവത്തിന് സ്തോത്രം നമുക്ക് വായിക്കാം. ശൂഹ്യനായ ബിൽദാദ് പറയുന്നു, ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുക. യോബേ, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുക. സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ, സർവശക്തനോട് നീ അപേക്ഷിക്കുകയും ചെയ്താൽ, നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇപ്പോൾ ഉണർന്നു വരും. നിന്റെ ഗതികേട് മാറ്റാൻ ദൈവം ഒന്ന് എഴുന്നേറ്റാ മതി. നിനക്ക് ചുറ്റും ശത്രു വരച്ച വൃത്തം പൊട്ടുവാൻ ദൈവം ഒന്ന് എഴുന്നേറ്റാ മതി. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക, നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ ദൈവം ഇപ്പോൾ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇന്നലെ രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ഒരു 8 മണി കഴിഞ്ഞ് 9 മണി ആ സമയത്താണ് ഞാൻ ഈ മെസ്സേജ് ഉണ്ടാക്കുന്നത്. ഞാനൊരു ശബ്ദം കേട്ടാണ് ഈ ദൂത് ഉണ്ടാക്കുന്നത്. ഈ ദൂത് ഇങ്ങനായിരുന്നു, ഞാൻ എൻ്റെ ജനത്തിനു വേണ്ടി എഴുന്നേക്കാൻ പോവാ.
ദൈവത്തിന് സ്തോത്രം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ ദൈവം നിന്റെ കാര്യത്തിൽ ഇടപെടാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. ദൈവം ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ അവൻ യഥാസ്ഥാനത്താക്കും. ഇനിയും കേട്ടോ, നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും. നിന്റെ പൂർവ്വസ്ഥിതി നിനക്ക് അല്പമായി തോന്നും. നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. എന്റെ ദൈവം എഴുന്നേറ്റാൽ നിന്റെ അന്ത്യസ്ഥിതി, അടുത്തിരിക്കുന്ന ആൾ നോക്കി പറ, അതിമഹത്തായിരിക്കും എന്ന് പറ. ഹല്ലേലൂയ. ഈ സ്ഥിതിയൊക്കെ മാറാൻ പോവാണ്. കാരണം എന്താണ്? നിനക്ക് വേണ്ടി എഴുന്നേക്കുന്നത് മനുഷ്യരല്ല, നിനക്ക് വേണ്ടി എഴുന്നേക്കുന്നത് ദൈവമാണ്. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്റെ പൂർവ്വസ്ഥിതി നിനക്ക് അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതിയോ അതിമഹത്തായി. ആരോടോ ദൈവം പറയാം, നിന്റെ ഭാവി അതിമഹത്തായിരിക്കും. എത്ര പേരാണ്? ആരോടോ ദൈവം പറയുക, നിന്റെ കൂടാരത്തിനകത്ത് ചുറ്റിയടിക്കുന്ന കാറ്റുകളൊക്കെ ഇപ്പം നിൽക്കും, നിന്റെ ഭാവി അതിമഹത്താകും. നീ കഷ്ടമനുഭവിച്ച നാളുകൾക്കും ദുഃഖമനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഒരു സന്തോഷം. എത്ര പേർ മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇനി ആരാധന തീരുന്നതിന് മുമ്പ് ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, നിന്റെ സ്ഥിതി മാറാൻ പോവാ. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ ബാക്കി പറയാവോ, യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ. ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, നിന്റെ സ്ഥിതി ഉടനെ മാറും, നിന്റെ കുഞ്ഞിൻ്റെ സ്ഥിതി ഉടനെ മാറും. ദൈവം പറയുന്നത് കേട്ടോ, കാറ്റ് കാണത്തില്ല, മേഘം കാണത്തില്ല, പക്ഷെ നീ വെള്ളം കോരും. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. നീ ചിന്തിക്കാത്തിടത്തുള്ള ഉറവ തെളിയാൻ പോവുക, നീ പ്രതീക്ഷിക്കാത്തിടത്ത് അനുഗ്രഹങ്ങൾ വരാൻ പോവുക. എൻ്റെ കർത്താവേ, നീ അത് ചെയ്യണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? സ്തോത്രം. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ, ദൈവം എഴുന്നേൽക്കുമെന്ന് പറഞ്ഞേ. ചിരിച്ചുകൊണ്ട് പറ, ദൈവം അടുത്തിരിക്കുന്ന ആൾ നോക്കി തൊട്ട് പറ, ദൈവം എഴുന്നേൽക്കുമെന്ന് പറ. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ യഹോവയുടെ പെട്ടകത്തെക്കുറിച്ച് ബൈബിളിൽ വായിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 35-ാമത്തെ വാക്യം. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ പറയണം, പെട്ടകം പുറപ്പെടുമ്പോൾ മോശ യഹോവേ എഴുന്നേൽക്കണേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്റെ ശത്രു ചെതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ പറയണം, യഹോവേ എഴുന്നേൽക്കണമേ. ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിനക്ക് മുമ്പിൽ ദൈവം എഴുന്നേൽക്കാൻ പോകുകയാ. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരാൻ പോവുക. നിന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറയുന്നൊരു ശത്രുവുണ്ട്, ആ ശത്രു ചെതറാൻ പോവുക. ഹല്ലേലൂയ. ആഭിചാര ശക്തികൾ ചെതറുന്നു, മന്ത്രവാദ ശക്തികൾ ചെതറുന്നു. അകത്തളങ്ങളിൽ ദൈവകൃപ ജ്വലിച്ചു തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നേ. ദൈവം നിന്റെ കാര്യത്തിൽ എഴുന്നേൽക്കാൻ പോവുക. ഇന്ന് നീ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ്, ഇന്ന് യോഗം തീരുന്നതിന് മുമ്പ് നിന്റെ കാര്യത്തിൽ മനുഷ്യനല്ല, സർവശക്തനായ ദൈവം. യഹോവയുടെ പെട്ടകം ചെയ്തെടുത്ത 5 അതിമഹത്തായ കാര്യങ്ങൾ ബൈബിളിലുണ്ട്. അതെല്ലാം ഞാൻ വിവരിക്കുന്നില്ല. അലറി ഒഴുകുന്ന മരണ യോർദാനെ 2ആയി മുറിച്ചു മാറ്റിയത് യഹോവയുടെ പെട്ടകമാണ്. മിണ്ടുന്നില്ല. സ്തോത്രം. ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ പെട്ടകം മുമ്പിൽ വിടണം. ഇതുവരെ പോയിട്ടില്ലാത്ത വഴിയെ കൂടെ നിന്നെ ഈ പെട്ടകം കൊണ്ടുപോകും. ആരാണ് പെട്ടകം? ക്രിസ്തുവാ. ആമീൻ വരുന്നില്ല. ഇതുവരെ പോകാത്ത വഴിയെ പോകാൻ കൊതിയുള്ളവൻ ഈ പെട്ടകത്തിൻ്റെ പുറകെ പോയാൽ മതി. ഈ പെട്ടകത്തിന് മരണയോർദാൻ വഴിമാറും. ഓബേദ് പറയും, ഈ പെട്ടകം 3 മാസം എൻ്റെ വീട്ടിൽ വെച്ചപ്പോൾ എൻ്റെ ഗതികേട് പൊട്ടി. നാഗോന്റെ ക്ഷേത്രത്തിലെ ദുർശക്തികളെ പെട്ടകത്തിന് മുമ്പിൽ തവിട്ടുപൊടിയായിപ്പോയി. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക, പെട്ടകം മുമ്പിൽ പുറപ്പെടുകയാ. സ്തോത്രം. വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. ഗഹനമായ ദൂതിലേക്ക് 68-ാം സങ്കീർത്തനം എപ്പോഴും അറിയാവുന്ന സങ്കീർത്തന. ഒന്ന് വായിച്ച് 68-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദാവീദാ ചമച്ചത്. ദൈവത്തിന് സ്തോത്രം. വായിച്ച്, ദൈവം എഴുന്നേൽക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ആത്മകണ്ണുകളിലൂടെ കാഴ്ച കാണുക. എവിടൊക്കെയോ വലിയ ചിതറിച്ച ഉണ്ടാകാൻ പോവാ. വിടത്തില്ലെന്ന് പറഞ്ഞ് നിനക്ക് വേലി കെട്ടിയ പല അതിരുകളും ഇന്ന് തന്നെ ചിതറും.
ഒരു വഴിയായി വന്ന ശത്രു 7 വഴിയായി. ആ കൊടിയ മന്ത്രവാദങ്ങൾ, ആഭിചാര ശക്തികൾ, കൊടിയ പ്രാക്കുകൾ, ദുരാത്മ, ഓ രക്തം, ജയം ജയം. കർത്താവ് എഴുന്നേൽക്കുന്നത് ചിലതിനെ ശാസിക്കാനാ. ദൈവം എഴുന്നേറ്റത് ചില ദുരാത്മാക്കളെ ശാസിക്കാനാ. ഞാൻ ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുക. ഞാൻ എഴുന്നേക്കാൻ പോവാ എൻ്റെ ജനത്തിന് വേണ്ടി. അടുത്ത ചില ദിവസത്തിനുള്ളിൽ ദൈവം നിന്റെ കാര്യത്തിൽ എഴുന്നേറ്റെന്ന് നിനക്ക് മനസ്സിലാവും. നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം എഴുന്നേക്കും കേട്ടോ. ദൈവം എഴുന്നേക്കും നടക്കുന്ന കാര്യം കഥ. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ശത്രു എന്ത് ചെയ്യുന്നു? ചിതറുന്നു. അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ചിതറുന്നു, ഓടുന്നു. പുക പതറിക്കുന്ന പോലെ നീ അവരെ പതറുന്നു. തീങ്കൽ മെഴുകുന്ന പോലെ ദുഷ്ടന്മാർ ദൈവത്തെ നശിക്കുന്നു. ചിതറുന്നു, പതറുന്നു, ഉരുകുന്നു, ഓടുന്നു. ഒറ്റ കാര്യം, ദൈവം എഴുന്നേറ്റു. മിണ്ടുന്നില്ല. ദൈവം എഴുന്നേറ്റാൽ ചിലത് ചിതറും, ചിലത് പതറും, ചിലത് ഉരുകും, ചിലത് ഓടും. ഒരാമയും വരുന്നില്ല. അങ്ങനെയാണെന്ന് ഞാൻ ദൂത് പറയട്ടെ. ചെതറിപ്പോകേണ്ടത് ചെതറിപ്പോകണം, ഉരുകിപ്പോകേണ്ടത് ഉരുകിപ്പോകണം, പതറിപ്പോകേണ്ടത് ഓടിപ്പോകേണ്ടത് ഓടിപ്പോകണം. എല്ലാം നടക്കും യേശു എഴുന്നേറ്റാൽ. രക്തം, ജയം. നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ ചിലതിന്മേൽ ഇന്ന് വിടുതലാണ്. ഇനി ഞാൻ പ്രധാന വാക്യത്തിലോട്ട് വരും. അപ്പോൾ കർത്താവ് എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ ഭാഗമൊക്കെ വിട്ടിട്ട് വളരെ മുമ്പോട്ട് വരട്ടെ. സ്തോത്രം. കർത്താവ് എഴുന്നേറ്റ് അവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തിന് സ്തോത്രം എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ, കാറ്റെന്ന പദം നമ്മളെ മാറ്റുക. അവൻ എഴുന്നേറ്റ് ശാസിച്ചു. സ്തോത്രം. എന്തുവാ ശാസിച്ചേ? നിന്നെ മുമ്പോട്ട് വിടാത്തത് എന്തോ അതിനെ, നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ തടസ്സം സൃഷ്ടിച്ചത് എന്തോ അതിനെ അനിപ്പാസ്റ്റല്ല, കർത്താവ് ശാസിച്ചു. ഓ ജീസസ്, ഇന്ന് നിന്നെ ഈ പ്രയറിന് ഇവിടെ കൊണ്ടുവന്നത് ചിലതിനെ ശാസിക്കാനാ. ചില ഞാൻ സത്യത്തിൽ വലിയ ദൈവപ്രവൃത്തി കണ്ടൊരു മനുഷ്യനാണ്. 1-2 അനുഭവങ്ങൾ പറയാം. ഞാൻ ഒരിക്കൽ ആദ്യം എൻ്റെ കാര്യം പറയാം. എൻ്റെ വീട്ടിൽ എന്നും അങ്ങ് കലുഷിതമായ പ്രശ്നങ്ങളാണ്. ബിസിനസ്സിൽ നഷ്ടം, സഹോദരങ്ങൾ മരിക്കുക, വണ്ടികൾ അപകടത്തിൽപ്പെടുക, എപ്പോഴും അങ്ങ് പരാജയമാണ്. നഷ്ടം, കഷ്ടം, പരാജയം. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു ദൈവദാസം വന്ന ഒറ്റ പ്രാർത്ഥന. രണ്ടാമതൊന്നും പ്രാർത്ഥിക്കേണ്ടി വന്നില്ല. സകല ഗതികേടും അന്നേരം പൊട്ടി. സ്തോത്രം. ചില വീടുകൾക്കകത്ത് ഒരിക്കലും മാറാത്ത ബാധ പോലെ അടിക്കുന്ന ചില ബാധകളുണ്ട്. അതിനെ ശാസിക്കാൻ ദൈവത്തിന് നടത്തിപ്പുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, 38 വയസ്സും 36 വയസ്സും 34 വയസ്സുമുള്ള 3 കുഞ്ഞുങ്ങൾ ഒരു വീട്ടിൽ വിവാഹം നടക്കാതെ നിൽക്കുക. ഞാൻ 3 വട്ടം ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. ഏകദേശം 15 വർഷം പുറകിലത്തെ കാര്യമാണ് പറയും. എനിക്ക് ആ ഫാമിലി അത്ര അടുത്തറിയാം. വിവാഹാലോചനയ്ക്ക് മാത്രം അവർ എന്തോരം പൈസ കളഞ്ഞിട്ടുണ്ട്. പക്ഷെ നടക്കുന്നില്ല. അതിനൊത്തിരി പ്രാർത്ഥനയൊക്കെ നടത്തി, എന്നിട്ടും നടക്കുന്നില്ല. ഒരു ദിവസം എനിക്കൊരു നിയോഗം ഉണ്ടായി. അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കൂടെ നിന്ന് പ്രാർത്ഥിച്ച് വഴിമുടക്കിയ ശാസിക്കണോ. അങ്ങനെ ഞാൻ കേട്ട ശബ്ദം, വഴിമുടക്കിയ ശാസി. ഇതൊക്കെ ഞാൻ കൊണ്ടിരുന്നത് ഇന്നിവിടെ ചില പ്രവൃത്തി നടക്കാനുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്നിരുന്ന് വഴിമുടക്കിയ ശത്രുവിനെ ശാസിച്ചു. അന്ന് വലിയ കാര്യമൊന്നും നടന്നില്ല. ഞങ്ങളൊരു 1-2 മണിക്കൂർ ആരാധന കഴിഞ്ഞ് തിരിച്ചു പോന്നു. അടുത്ത 2 മാസം തികഞ്ഞപ്പോൾ രണ്ടാമത്തെ മോടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ മൂത്തവളെ കല്യാണം കഴിച്ചിട്ടില്ല. ഉള്ളതൊരു മോനാ. അടുത്ത 3 മാസം കഴിഞ്ഞപ്പോൾ മൂത്തവളുടെ കല്യാണം കഴിഞ്ഞു. ചുരുക്കി പറയാം, 9 മാസം കൊണ്ട് 3 കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നു. ആ വീട്ടുകാരെന്നോട് പറയുക,
ഒരു ശാസന തീരാവുന്ന കാര്യമല്ല ഉള്ളൂ. ഇതിനു മുമ്പേ എന്താ ആരും വന്ന് ശാസിക്കാൻ? വലിയൊരു കാര്യമാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നതല്ല ദൈവത്തിൻ്റെ സമയം. അക്കരയ്ക്ക് പോകാൻ യേശുവിൻ്റെ അകത്ത് നിയോഗം വരാൻ കാരണം അക്കരെ 6000 എണ്ണം ഒരുത്തിനെ ഞെക്കിക്കൊന്നുകൊണ്ടിരിക്കുക ഉണ്ടെന്നില്ല. ചില നിലവിളിയുടെ കാര്യത്തിൽ ദൈവത്തിന് സൈലൻ്റായിട്ടിരിക്കാൻ പറ്റത്തില്ല. ഈ ദിവസങ്ങളിൽ ആ കാര്യത്തിൽ ദൈവം എഴുന്നേക്കും. ഇന്ന് ഇവിടെ തരാൻ പോകുന്ന സന്ദേശം നിങ്ങൾ കർത്താവ് എഴുന്നേറ്റു. സ്തോത്രം. അതിനെ ശാസിച്ചു. ഒരു നല്ല ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്ത് പറ, ശാസന തീരാനുള്ള കാര്യമുള്ളെന്ന് പറ. സ്തോത്രം. ഇന്ന് ദൂത് തീരുന്നതിന് മുമ്പ് ചിലതിനെ ദൈവം ഫൽസിക്കാൻ പോവാ. എത്ര പേര് അതിന് ആമീൻ പറയും? ഈ യേശു കാറ്റിനെ മാത്രമല്ല, വേദപുസ്തക ചരിത്രത്തിൽ കർത്താവ് പലതിനെയും ശാസിച്ചിട്ടുണ്ട്. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക, ഇന്നത്തെ പ്രാർത്ഥനയിൽ ചിലത് ശാസിക്കപ്പെടും. നിന്റെ നന്മയെ അടച്ചു വെച്ചേക്കുന്ന കവാടങ്ങളെ, തടഞ്ഞു വെച്ചിരിക്കുന്ന മേഖലകളെ ഇന്ന് കർത്താവേ, ഇതിനകത്ത് വലിയ ദൈവനിയോഗങ്ങൾ ദൈവം തരിക. ചിലരുടെ മേൽ അസാധാരണമായ ദൈവപ്രവൃത്തി. നിനക്ക് വേണ്ടി ദൈവം ആ കാര്യം ചെയ്യാൻ പോവുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ആ കാര്യം ചെയ്യാൻ പോവുക. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒരു വാക്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. മത്തായി സുവിശേഷം എടുത്തേ 17-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. സ്തോത്രം. യേശു ഭൂതത്തെ ശാസിച്ചു. ഇവിടെ യേശു ശാസിച്ചത് ആരെയാ? ഭൂതത്തെ. അപ്പൊ പാസ്റ്റർ, ഇവിടെ ആർക്കും ഭൂതമില്ലല്ലോ, ആര് പറഞ്ഞില്ലെന്ന്? ഉണ്ടേ പോട്ടെ. യേശു ഭൂതത്തെ ശാസിച്ചു. അതവനെ വിട്ടുപോയി. ബാലൻ ആ നാഴിക മുതൽ ബാലന് സൗഖ്യം കണ്ടോ? സ്തോത്രം. ഇവിടെ ആദ്യം വായിച്ചത് കാറ്റിനെ ശാസിച്ചു, ഇവിടെ വായിച്ചത് ഭൂതത്തെ ശാസിച്ചു. എനിക്കൊരു വെളിപ്പാട് നിങ്ങളോട് പറയാനുണ്ട്. ശാസിക്കപ്പെടേണ്ടത് എന്താണോ അത് ഇന്നത്തെ ആരാധനയിൽ ശാസിക്കപ്പെടണം. തിരിച്ചറിഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, കർത്താവ് ചിലതിനെ ശാസിക്കാൻ റെഡിയാന്ന് പറ. ഓ ഹല്ലേലൂയ. ചില കൂടാരങ്ങൾക്കകത്ത് ചില പേരൻസൊക്കെ പിള്ളേരെയും കൊണ്ട് വരും. പക്ഷേ ഇവൻ്റെ തലയെ കൈവച്ചത് ശാസിക്കുക. അതെന്താ കാര്യം? വലിയ പ്രശ്നമാണ് വീട്ടിൽ, മിണ്ടുന്നില്ല. സ്തോത്രം. അപ്പം ചിലരുടെ മേൽ ദുർശക്തികളുണ്ട്, അതിനെ ഒന്ന് ശാസിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ദൈവം റെഡിയാ ചിലതിനെ ശാസിക്കാൻ. ഭൂതമെങ്കിൽ ഭൂതം, ദുർശക്തിയെങ്കിൽ ദുർശക്തി, ആഭിചാരമെങ്കിൽ ആഭിചാരം. ചിലതിനെ കർത്താവ് ഒന്ന് ശാസിക്കാൻ പോവുക. ചില മേഖലകൾ ദൈവത്തിന് ശാന്തമാക്കിയേ പറ്റൂ. ഓ ഹല്ലേലൂയ. എത്ര പേര് അതിന് ആമീൻ പറയും? ദൈവത്തിന്. ഞാനിപ്പോൾ എൻ്റെ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം. ഞാൻ ഒരു ബ്രദറിൻ്റെ കൂടെ ഒരു ഹോട്ടലിൽ താമസിക്കുക ഒരു രാജ്യത്ത്. രാവിലെ ആ മനുഷ്യൻ എഴുന്നേറ്റു. തലേന്ന് രാത്രിയും പുള്ളിക്ക് ഭയങ്കര തുമ്മലായിരുന്നു. പുള്ളി ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുക. ഒരു തുമ്മലൊന്നുമല്ല, തുമ്മൽ തുടങ്ങിയ നൃത്തത്തിൽ ഇങ്ങനെ തുമ്മിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് എൻ്റെ 18-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ, ഇപ്പം 58 വയസ്സായി, ഇതുവരെ നിന്നില്ല. ഇനി നിൽക്കുമെന്നുള്ള വിശ്വാസവും എനിക്ക് ഇല്ല. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് രാവിലെ കാർപ്പറ്റ് താഴെയിട്ട് പ്രാർത്ഥിക്കാൻ ചെയ്തപ്പോൾ പുള്ളി തുമ്മാൻ തുടങ്ങി. അപ്പോൾ പുള്ളി പറയുന്ന ഈ അവിടെ കാർപ്പറ്റിലെ പൊടിയുടെ അലർജിയാന്ന് പറഞ്ഞു. തുമ്മിക്കൊണ്ടിരിക്കുക. ഞാൻ പ്രേയറാ. ഈ പുള്ളിക്കാരൊരു ടർക്കി തോളെ കൂടി ഇട്ട് തുമ്മിക്കൊണ്ടിരിക്കുക. ശബ്ദമൊന്നും കേൾക്കത്തില്ല, ഇങ്ങനെ പിടിക്കുക പുള്ളി തുമ്മലിനെയൊക്കെ. പക്ഷെ ഒരു 10-45 എണ്ണമൊക്കെ ഞാൻ എണ്ണി പ്രാർത്ഥിക്കാൻ. ഞാനൊരു സ്തോത്രം പറയും, പുള്ളി 3 തുമ്മും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം ഒരു ബോധ്യം തന്നു, ഇതിനെ ഒന്ന് ശാസിക്കാൻ. ഞാൻ ആ കൈക്ക് പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ ഒന്ന് ശാസിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു, 3 വർഷം കഴിഞ്ഞ് കണ്ടപ്പോൾ പറഞ്ഞു, പിന്നെ ഇന്നു വരെ അങ്ങനെ ഒരു തുമ്മൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ചിലതിന്മേലൊക്കെ ദൈവത്തിന് നിയോഗമുണ്ട്. മാറാത്ത ചില രോഗബാധകളെ ഇന്ന് ശാസിക്കും. ചില വീടിന് മാറാത്ത ഫൈനാൻഷ്യൽ മേഖലയിൽ കിടക്കുന്ന ദുരാത്മാവിനെ ഇന്ന് ശാസിക്കും. ഓ യേശു, മാറി മാറി നിന്റെ ശരീരത്തിൽ അടിക്കുന്ന രോഗാത്മാവിനെ എൻ്റെ ദൈവം ശാസിക്കും.
ഓ യേശുവിൻ്റെ നാമത്തിൽ എന്നും നിന്നെ കടക്കാരനാക്കുന്ന സ്പിരിറ്റിനെ ദൈവം ശാസിക്കും. എനിക്കെന്തോ വലിയ നിയോഗം ദൈവം തരിക. ചില മണ്ണിൽ നിന്ന്, ചില വീടുകളിൽ നിന്ന്, ചില കുടുംബജീവിതങ്ങളിൽ നിന്ന്, ചിലരുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന്, ചിലരുടെ ഫ്യൂച്ചറിൽ നിന്ന് അത് അഴിഞ്ഞു പോകണം. ഓ രക്തം 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 തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യുക. ഇതിനകത്ത് അസാധാരണമായ വിടുതൽ. ചിലതിനെയൊക്കെ ദൈവം ശാസിക്കാൻ പോവുക, ചിലതിനെയൊക്കെ ദൈവം ഫലിക്കാൻ പോവുക. ഇപ്പം ഞാൻ ആരെ എഴുന്നേൽപ്പിക്കാൻ നിൽക്കുന്നത് എന്താണെന്നറിയാമോ? ഇച്ചിരുടെ കാര്യം പറഞ്ഞിട്ട് ചിലർക്ക് നേരെ വിരൽ ചൂണ്ടുമിന്ന്. എന്നോട് ഹോളി സ്പിരിറ്റ് പറയാം, എനിക്ക് ചിലതിനെ ശാസിക്കണം. എൻ്റെ സമയമായിരിക്കുന്നു. ഇനി നീ കറങ്ങണ്ട, ഇനി നീ വല്ലാതെ കഷ്ടപ്പെടണ്ട, ഇനി നീ നിലവിളിക്കണ്ട, ഇനി നീ സങ്കടപ്പെടണ്ട, ഇനി നീ വ്യാകുലപ്പെടണ്ട, ഇനി നീ വിഷമിക്കണ്ട. നിന്റെ കാര്യത്തിൽ ദൈവം ഒരു പരിഹാരം തരുക. യേശു ഭൂതത്തെ ഇനി അടുത്തൊരു ദൂത് ആമി സ്തോത്രം ആമി കൂടെ തന്നിട്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് പോകാം. സ്തോത്രം. അത് നമുക്കൊന്ന് മനസ്സിലാകുന്ന ഭാഷയെ നമുക്കൊന്ന് മുമ്പോട്ട് കൊണ്ടുപോകാം. ദൈവത്തിന് സ്തോത്രം. 106 സങ്കീർത്തനം 9 വാക്യം. സ്തോത്രം. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ചെങ്കടൽ മുറിച്ചെന്ന പുറപ്പാട് പുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ ആത്മക്കണ്ണുകളോട് എഴുതുക, ചെങ്കടലിനെ ശാസിച്ചു. നിന്നെ വിടത്തില്ലെന്ന് ഏത് പറഞ്ഞോ അതിനെ ദൈവം ശാസിച്ചു. അങ്ങനെ അന്ന് ദൂത് പറയാ, ഇന്ന് ദൈവം ശാസിച്ചാൽ നിന്റെ വഴി വെളിപ്പെട്ട് വരും. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, യേശു വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാന്ന് പറ. ഓ ഹല്ലേലൂയ. ഇന്ന് ചിലതിനെയൊക്കെ പരിശുദ്ധാത്മാവ് ശാസിക്കാൻ പോവുക. നിങ്ങൾ നോക്കിയേ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ വന്നില്ലേ? ഇപ്പം വന്നില്ലേ? എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒന്ന് കർത്താവെ ഒന്ന് ശാസിക്കണേ. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയുടെ വഴിമുടക്കി നോക്കി, മുമ്പിൽ ചെങ്കടൽ തലപൊക്കി നിൽക്കുക, അങ്ങോട്ട് വിടത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ബൈബിളിൽ കർത്താവ് അതിനെ ശാസിച്ചു. അങ്ങനെ അന്നേ ദൂത് പറയാം, അടഞ്ഞു കിടക്കുന്ന വഴിയെ മുമ്പിൽ ദൈവം ഒന്ന് ശാസിക്കാൻ പോവുക. ആ വഴി യേശുവിൻ്റെ നാമത്തിൽ ആ വഴി ദൈവം ഓപ്പൺ ചെയ്യാൻ പോവുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ആരോടോ ദൈവം പറയുക, വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട വഴി ഇന്ന് ഓപ്പൺ ആകും. ചെങ്കടലിനെ ശാസിച്ചെന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുക, അവിടെ വറ്റി. ദൈവത്തിന് സ്തോത്രം. ചെങ്കടൽ വറ്റിയിട്ടൊരു വഴി വെളിപ്പെട്ടു വന്നു. സ്തോത്രം. അങ്ങനെ അന്ന് അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, നീ പോകേണ്ട വഴി ഉടനെ വെളിപ്പെടുമെന്ന് പറ. സ്തോത്രം. ആർക്കൊക്കെയോ വ്യത്യസ്തമായ വഴി. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ഒരു വഴി തുറന്നു തരണമെന്ന്? ഇന്ന് പകൽ ദൈവം ശാസിക്കാൻ പോവുക ചിലതിനെ, എന്നിട്ട് നിനക്ക് മുമ്പിൽ വഴി ഓപ്പൺ ആക്കി തരാൻ പോവുക. ആ വഴിയെ കൂടെ സന്തോഷത്തോടെ നീ സ്റ്റെപ്പ് എടുക്കുന്ന ദിവസങ്ങൾ. ഓ ജീസസ്, ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയത്തക്ക വിശ്വാസം കണ്ടാൽ കണ്ടേ, നിന്റെ വഴി തെളിഞ്ഞു വരുന്നു, നിന്റെ പാത തെളിഞ്ഞു വരുന്നു. ദൈവം അതിനെ ശാസിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, ചില ഭൂതങ്ങളെ ഇന്ന് ശാസിക്കാനുണ്ട് ദൈവത്തിന്. ആ ഗദരദേശത്തെ മനുഷ്യന്റെ ദേഹത്ത് എത്ര ഭൂതം ഉണ്ടായിരുന്നു? 6000 ഭൂതം. ചിലരുടെ ദേഹത്ത് 6000 ഒന്നുമില്ല, എന്നാലും അതിനടുപ്പിച്ചൊക്കെ തന്നെ ഉണ്ട്. സ്തോത്രം. വസ്ത്രം ധരിക്കത്തില്ല, കല്ലറകളിൽ കിടന്ന് നിലവിളിക്കുക. നിങ്ങൾക്കറിയാം, പൈശാചികത്വം ഭയങ്കര. കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല. പുൽപ്പള്ളിയിൽ ഒരു കണ്ടത്തിനകത്ത് കുറേ പെൺപിള്ളേർ കഞ്ചാവ് അടിച്ചു കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചോണ്ട് നടക്കുന്നു. നല്ല നടന്ന വീട്ടിലെ പിള്ളേരാ. ശ്രദ്ധിക്കണം. എല്ലാത്തിനെയും വഴിതെറ്റിക്കുന്ന സ്പിരിറ്റ്. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക, ഇന്ന് ചിലതിനെ ശാസിക്കാൻ ദൈവത്തിന് നിയോഗമുണ്ട്. സ്തോത്രം. ഭൂതം ഇപ്പൊ 6000 ഭൂതം ഇവന്റെ ദേഹത്ത് കയറിയേക്കാൻ, ഇവനെയും ഭൂതത്തെ രണ്ടാക്കാൻ പോവാ. ട്രെയിനിന്റെ ബോഗികൾ തമ്മിൽ വേർതിരിക്കുന്ന പോലെ നിന്നെ, നിന്റെ സന്തതിയെ തകർക്കുന്ന സ്പിരിറ്റിനെ നിങ്ങളെ നിന്റെ കുഞ്ഞ് എവിടെ ദേശത്തായാലും ഇന്ന് അവന് വിടുതല, അവക്ക് വിടുതല. യെസ്, യേശുവിൻ്റെ നാമത്തിൽ. ഇതുപോലൊരു മീറ്റിംഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ
മീറ്റിങ്ങിനിടയ്ക്കൂടെ ചെന്ന് ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇരിക്കുക. ഞാൻ ചെന്ന് ആ ഭർത്താവിൻ്റെ കൈക്ക് പിടിച്ചു. എന്നിട്ട് ചെവി ചോദിച്ചു, രാത്രി സ്വപ്നലോകത്താണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ ദൈവം എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സ്വപ്നലോകത്താണോ? ആ മനുഷ്യൻ വാവിട്ട് കരഞ്ഞു. ആ മനുഷ്യൻ ഉറങ്ങിയിട്ട് കൊല്ലങ്ങളായി. രാത്രി ദുസ്വപ്നങ്ങൾ തന്നെ വേട്ടയാടുക ഉണ്ടോ. ഞാൻ അവനെ കൈ ചേർത്ത് പിടിച്ചൊന്ന് ശാസിച്ച് പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ ദുസ്വപ്നങ്ങൾ അടിച്ചുവിടുന്ന ദുരാത്മാവെ വിട്ടുപോ. ഉറപ്പ് ഞാൻ പറയാ, ഇന്ന് ചിലത് വിട്ടുപോകും. നിന്റെ വീട്ടിൽ നിന്ന് വിട്ടുപോകും, നിന്റെ ബിസിനസ്സിൽ യെസ്. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ. ഒരു വിടുതലിന്റെ ധ്വനി ഞാൻ കേൾക്കുക. ചില വീടുകളിൽ പ്രകാശം വ്യാപിച്ചാലേ പറ്റൂ. ചില വീടുകളിൽ നന്മ വെളിപ്പെട്ടേ പറ്റൂ. ചില കുടുംബങ്ങളിൽ നന്മ വെളിപ്പെട്ടേ പറ്റൂ. സ്തോത്രം. വളരെ പെട്ടെന്ന് നമുക്ക് ദൂതിലോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ട് ഈ ദൂതിലേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുക, അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. ആണോ? ഒറ്റ ശാസന. അതെന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. ഉണങ്ങിപ്പോയപ്പോൾ അവർ പോകേണ്ട വഴി എന്ത് ചെയ്തു? തെളിഞ്ഞു വരാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുന്ന ചിലരോട് പറയാം, നീ സങ്കടപ്പെടുന്ന കാര്യത്തിൻ്റെ വഴി നിൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. നിൻ്റെ കണ്ണത് കാണാൻ പറ്റുന്നില്ല. ദൈവം പറയാം, ഞാനൊന്ന് ശാസിച്ചാൽ നിൻ്റെ വഴി വെളിപ്പെടും. ഞാനൊന്ന് ശാസിച്ചാൽ നീ പോകേണ്ട വഴി വെളിപ്പെടും. ആര് നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞോ, ആര് നിനക്ക് തടസ്സമിട്ടോ, അവർ കാണെ തന്നെ നിൻ്റെ വഴി തുറന്നു വരും. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്ക് ദൈവം ഉറപ്പ് തരിക, ചിലരുടെ വഴി ഉടനെ തുറന്നു വരും. ചിലരുടെ വഴി ഉടനെ തുറന്നു വരും. നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത. ഈ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തത് വിശ്വാസം പറയാമോ? വിശ്വാസം എന്താ പറയേണ്ടതെന്ന് അറിയാമോ? ദൈവം തുറന്ന വഴിയിലൂടെ നീ പോകാൻ പോവാന്ന് പറ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുക, വർഷങ്ങളായി തടയപ്പെട്ട് കിടക്കുന്ന ചിലയിടത്തൂടെ നീ മുന്നോട്ട് ഗമിക്കാൻ പോവുക. നിന്റെ കൂടെ യേശു ഉണ്ടെന്ന് പറയാൻ പോവുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്തേ. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്തേ. എനിക്കറിയത്തില്ല, ഈ ദൂത് കഴിയുന്നതിന് മുമ്പ് ചിലതിനെ ദൈവം ശാസിക്കും. ഓക്കെ, 6000 ഭൂതമുള്ള മനുഷ്യനെ അടുക്കലോട്ട് പോകുന്നതിന് മുമ്പ് കടലിനകത്തതൊരു കാറ്റിൻ്റെ രൂപത്തിൽ വെളിപ്പെട്ടു. സ്തോത്രം. കർത്താവിനെ അവരെ തട്ടി ഉണർത്തുക. ഇനി വാക്യത്തിലേക്ക് വരാം. അവൻ എഴുന്നേറ്റ്, ദൈവത്തിന് സ്തോത്രം വായിക്കാം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് കൽപ്പന, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക. 2 കൽപ്പന. ഇനിയും നിനക്ക് ചലിക്കാൻ പറ്റത്തില്ല, നിശ്ചലമായിക്കൊള്ളണം. അടുത്ത വാക്ക അടങ്ങുക. ഒരാമയും പറഞ്ഞാട്ട് അമ്മി പ്രാർത്ഥിക്കുന്ന നിന്നോട് ആ ദൂത് ചിലതൊക്കെ വാക്കുകൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ പോവുക. ചിലതിനെയൊക്കെ ദൈവം അടിയറ വെപ്പിക്കാൻ പോവുക. നിനക്ക് ജയിക്കാനൊരു സമയമായെന്ന് ആത്മാവ് പറയുക. അടുത്ത പദത്തിലോട്ട് വരാം. അടുത്ത പദത്തിലോട്ട് പെട്ടെന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. അടങ്ങുക. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്ത് പറ, ചിലതൊക്കെ അടങ്ങാൻ പോവാന്ന് പറ. ഓ ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ കർത്താവ് 70 പേരെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ 70 പേരെ കർത്താവ് ശുശ്രൂഷയ്ക്ക് അയച്ചു. അവർ തിരിച്ചു വന്നു പറയാ, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ഉറപ്പ് തരിക, അഭിഷക്തന്മാരുടെ മുമ്പിൽ ചില ദുർശക്തികൾ കീഴടങ്ങും, ചില മന്ത്രവാദങ്ങൾ കീഴടങ്ങും. നീ കാലുകുത്തുന്ന ദേശത്ത് നീ യേശുവിൻ്റെ നാമത്തിൽ ബൈബിളിൽ വാക്യമാണ്. അവിടെ വാക്യമുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടാൻ. ഒരാമയും വരുന്നില്ല. ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഞാൻ നിനക്ക് ഒന്ന് പറഞ്ഞ, ഞാൻ നിനക്ക്, എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയാൽ എനിക്കെന്തോ ഭയങ്കരമായ ദൈവപ്രവർത്തികൾ നടക്കുക. എനിക്ക് ദൈവം ഉറപ്പ് തരിക, ചിലതിനെയൊക്കെ ദൈവം ശാസിക്കാൻ പോവുക. ഭയങ്കരമായ ദൈവപ്രവർത്തികൾ നടക്കുക. ചില വഴികൾ എവിടേക്കോ ദൈവശക്തിയുടെ ഉറവ വെളിപ്പെടാൻ പോവുക. നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന സ്പിരിറ്റ് ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിഞ്ഞു പോവുക.
ഓ, നിനക്ക് തന്നെ അറിയാം ഒരു ശാസന ആവശ്യമാണ്. ഇന്നത്തെ പ്രാർത്ഥനയിൽ അത് ശാസിക്കപ്പെടും. ഓ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്തേ ദൈവത്തിന്. എന്തോ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വരെ അമ്മ എന്തൊക്കെയോ ചെയ്യുക. ചില വീട്ടുപേരിനകത്ത് വരെ ഇന്ന് വിടുതല, ചില പാരമ്പര്യങ്ങൾ ഇന്ന് പൊട്ടും. ചില വീട്ടുവാതിക്കൽ വന്നിട്ട് തിരിഞ്ഞു പോകുന്ന നന്മയുടെ റൂട്ട് ദൈവം തിരിക്കുക. അശുദ്ധാത്മാക്കളെ ശാസിക്കുക. സ്തോത്രം. നമുക്ക് വാക്യത്തിലോട്ട് വരാം. യേശു എഴുന്നേറ്റ് കാറ്റിനെ അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. അടങ്ങുക. ഞാൻ എന്തൊക്കെയോ നിങ്ങളെ കുറെ നാൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ച പലതും ഇന്ന് അടങ്ങാൻ പോവുക. അടുത്ത നോക്കി, അടുത്ത വാക്യം കൂടെ. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. പിന്നെ കാറ്റ് അമർന്നു, വലിയ ശാന്തത. എന്തുവാണ് എല്ലാരും കൂടെ പറഞ്ഞ എന്തുവാ? ചില വിഷയത്തിൽ വലിയ ശാന്തത. നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശാന്തത ചില വിഷയത്തിൽ ഉണ്ടാകാൻ പോവാ. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്തേ. നിന്റെ വീട് ശാന്തമാകാൻ പോവാ. നിന്റെ കുഞ്ഞിൻ്റെ കുടുംബജീവിതം ശാന്തമാകാൻ പോവാ. നിന്റെ ഭാവി ഇങ്ങനെ ദൈവം ശാന്തമാക്കി തരുമോ? ഓ, തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്തേ. തിരിച്ചറിഞ്ഞൊരു വലിയ ശാന്തത വരാൻ പോവുക. ചിലരെ ചെക്ക് ചെയ്തപ്പോൾ കണ്ട രോഗം അടുത്ത ദിവസങ്ങളിൽ കാണത്തില്ല. കാരണം വലിയ ശാന്തത ദൈവം തരിക ഇതിനകത്ത്. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹിക്കുന്നുണ്ട്? ബൈബിളിലൊരു സങ്കീർത്തനത്തിൻ്റെ വാക്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 107 സങ്കീർത്തനം 28 വാക്യം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവനവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. 107 അധ്യായം 28 വാക്യം. ദൈവത്തിന് സ്തോത്രം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ദൈവം അവരെ ഞെരുക്കത്തിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. അവൻ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കി. കൊടുങ്കാറ്റുകളെ ശാന്തമാക്കി. ആദ്യം ചുഴലിക്കാറ്റിനെ ശാന്തമാക്കി, ഇപ്പൊ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. എവിടൊക്കെയോ ശാന്തത വരാൻ പോവുക. അടിക്കുന്നത് ചുഴലിയാണെങ്കിലും അടിക്കുന്നത് കൊടുങ്കാറ്റാണെങ്കിലും വലിയ ശാന്തത. വർഷങ്ങളായി കൊതിച്ച വിഷയത്തിന് ഇന്നത്തെ പ്രാർത്ഥനയിൽ പരിഹാരമാ. വർഷങ്ങളായി ആഗ്രഹിച്ച വിഷയത്തിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ പരിഹാരമാ. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്തേ. അവൻ കൊടുങ്കാറ്റുകളെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ശാന്തത മാത്രമല്ല, ശാന്തത കൊണ്ട് നീ സന്തോഷിക്കാൻ പോവാ. അടുത്തതൂടെ, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഒരാമീൻ പറഞ്ഞാട്ട് ഞാൻ പ്രവചിച്ചു പറയാ. ചില വിഷയത്തിൽ നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ശാന്തത ചില വിഷയത്തിൽ ദൈവം തരിക. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അടുത്ത കേട്ടോ, അവരെ ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. ആഗ്രഹിച്ചതുപോലെ ചിലടത്ത് ചെല്ലാൻ പോവാ. ഒരാമീൻ വരുന്നില്ല. ആരുടെയൊക്കെ ഇരിപ്പിടങ്ങൾ മാറാൻ പോകുന്നു. ആരുടെയൊക്കെയോ സ്ഥാനചലനങ്ങൾ ഉണ്ടാകുന്നു. നീ ആഗ്രഹിച്ചതുപോലെ നീ രക്തം ജയം യേശുവിൻ്റെ നാമത്തിൽ. ഈ ചില കാര്യത്തിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടത്തില്ല. കർത്താവ് എന്തുവാ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. എസ്തേറിനോട് ചോദിച്ചു, എസ്തേറെ, അപ്പനും അമ്മയും നഷ്ടപ്പെട്ട് സ്തോത്രം അനാഥയായിട്ട് നീ ചിറ്റപ്പൻ്റെ വീട്ടിൽ പാർക്കുക. നിന്റെ ഭാവി എന്താവും? മേളിരിക്കുന്ന ദൈവം ചിരിച്ചോണ്ട് പറയാം, നിന്റെ ഭാവി എന്താവും എന്ന് കാണാൻ പോവുക. ഒരാമീൻ വരുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിനക്ക് വെച്ചിരിക്കുന്ന ഇരിപ്പിടം, നിനക്ക് വെച്ചിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക. അർഹിക്കാത്ത ചില പദവിയിൽ നിന്നെ കൊണ്ട് എത്തിക്കും ദൈവം. ആഗ്രഹിക്കാത്ത ചില മേഖലകൾ ദൈവം കൊണ്ടിരുത്തും. യേശുവേ, എന്നെ ഇരുത്തണമേ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ബൈബിളിൽ വാക്യമുണ്ട്, എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി എവിടെ ഇരുത്തും? പ്രഭുക്കന്മാരുടെ കൂടെ. ആടിനെട്ടിരുന്ന ദാവീദിനെ ദൈവം നോട്ടമിട്ട് എന്തിനാണെന്നറിയാമോ? രാജസിംഹാസനത്തിൽ ഇരുത്താൻ. ഇവിടെ ഇരിക്കുന്ന ചിലരെ ദൈവം നോട്ടമിട്ടേക്കുക. കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ.
ഓ, തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യ. ഈ ദൂത് അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ആത്മാവിൽ കാണാം. ഓ, ചില ശരീരത്തുനിന്ന് രോഗാത്മാവ് വിട്ടുപോകുന്നു, ദുരാത്മാവ് വിട്ടുപോകുന്നു. കർത്താവ് ചിലതിനെ ശാസിക്കുക. നിന്റെ ചിന്താമണ്ഡലത്തിൽ നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ ദുഷ്ടശക്തി, ചിന്താമണ്ഡലത്തിൽ വരുന്ന വേലിയേറ്റങ്ങളെ ശാസിക്കുക. സ്വയം നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, സ്വയം തലയിട്ടടിപ്പിക്കുന്ന, സ്വയം കൈ ചുരുട്ടി നെഞ്ചത്തെടുപ്പിക്കുന്ന ആ ദുരാത്മ മേഖലകളുടെ മേൽ ഇന്നത്തെ പ്രാർത്ഥന വിജയമാണ്. സ്തോത്രം. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് ഒരാമയും പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന ആളെ നോക്കി, അവർ ആഗ്രഹിച്ച പോലെ നടക്കാൻ പോവാന്ന് പറ. 20-ാം സങ്കീർത്തനം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരട്ടെ. എനിക്ക് ആത്മാവിൽ കാണാൻ ചില വൃക്ഷങ്ങളെ പിടിച്ചു കുലുക്കുമ്പോൾ പക്ഷിയുടെ കൂട് പൊഴിഞ്ഞു വീഴുന്ന പോലെ ചില വ്യക്തികളുടെ മേൽ നിന്ന് ദുരാത്മാവിൻ്റെ ശക്തികൾ കൊഴിഞ്ഞു വീഴുന്ന, വിട്ടുമാറാത്ത ചില വയറുവേദന ഹീലാകുന്നു. വിട്ടുമാറാത്ത വയറുവേദന ഉള്ളവരാ വയറെ കൈവച്ച് ഒന്ന് ശ്വാസിച്ചോ. എനിക്കെന്തോ ദൈവം വലിയ വിട്ടുമാറാത്ത നെഞ്ചിനുവേദന ഉള്ളവർ നെഞ്ചെ കൈവച്ചൊന്ന് ശ്വാസിച്ചോ. എനിക്ക് ദൈവാത്മാവ് പറയും, ഒരു നിയോഗം ഇന്നിവിടെ ഇരിക്കുന്ന ചിലർക്ക് നിനക്ക് ദൈവം നിയോഗം തരുക. ഇന്ന് പ്രെയർ കഴിയുന്നതിന് മുമ്പ് ചിലതിനെ ശാസിക്കും ദൈവം. നിന്റെ സമ്പത്തിനെ കാർന്നു തിന്നുന്ന ദുരാത്മാവിനെ ദൈവം ഒന്ന് ശാസിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം എഴുന്നേക്കാൻ പോവുക, അവൻ്റെ ശത്രു ചിതറാൻ പോവുക. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ ഇനി ഒരു പ്രവചന ദൂത് പറഞ്ഞ് ഞാൻ വാക്കുകളെ ചുരുക്കാം. വളരെ പെട്ടെന്ന് ദൈവം നിനക്കൊരുക്കിയതിൽ നീ എത്താൻ പോവാ. വളരെ പെട്ടെന്ന് ദൈവം നിനക്കൊരുക്കിയ ഇരിപ്പിടത്തിൽ നീ എത്താൻ പോവാ. വളരെ പെട്ടെന്ന് യേശുവിൻ്റെ നിങ്ങളുടെ അകത്ത് ചില നിയോഗങ്ങൾ ദൈവം തരുക. ചിലതിനെ ശാസിക്കാൻ, ചിലരുടെ വിട്ടുമാറാത്ത മദ്യപാനത്തെ ശാസിക്കാൻ, ചിലരുടെ വിട്ടുമാറാത്ത രോഗത്തെ ശാസിക്കാൻ, ചിലരുടെ വിട്ടുമാറാത്ത ആസ്മയെ ശാസിക്കാൻ. നിങ്ങൾ അല്പനേരം മനസ്സിനെ ഒരുക്കിക്കേ. എന്തോ ഒരു കാര്യം കർത്താവിടെ നടത്താൻ പോവുക. ചില വീടുകൾക്കകത്തുനിന്ന് സർപ്പങ്ങൾ എഴിഞ്ഞു പോകുന്നത് ഞാൻ കാണുന്നു. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുക. എന്തൊക്കെയോ ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുക. നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാം ചില കാര്യം ദൈവം ചെയ്യുന്നത് ലൈവായിട്ട്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും എറണാകുളം ജീസസ് വോയിസ് ചർച്ചിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുക. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന 2 മണി വരെയോളം നീണ്ടു നിൽക്കും. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ വന്നു ചേരണം. എറണാകുളം പാലാരിവട്ടം KR ബേക്കേഴ്സിൻ്റെ തൊട്ട് ബാക്കിൽ ജീസസ് വോയിസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. എല്ലാ സാറ്റർഡേയും നിങ്ങളോട് ചേർന്ന് ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനും ഞാനും ഉണ്ട് എറണാകുളത്ത്. നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടോ യേശു ക്രിസ്തു ഉത്തരം തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.